ഹായ് ഓൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 10ാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠഭാഗമായിട്ടുള്ള ഋതുഭേദങ്ങളും സമയവും എന്ന് പറയുന്ന പാഠഭാഗമാണ്. മെയിനായിട്ട് ഇത് ഡീൽ ചെയ്യുന്നത് നമ്മുടെ ഭൂമിയുടെ റെവല്യൂഷനും അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഭൂമിക്ക് ഉണ്ടാവുന്ന സീസൺ ചേഞ്ചസും ഒക്കെയാണ്. അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് സൺ ഒക്കെയാണ് നമ്മൾ ഇതിൽ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സമയനിർണ്ണയവുമാണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. കുറെ PYQ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഇതിൽ ഇൻട്രൊഡക്ഷനിൽ കുറച്ച് കാര്യങ്ങൾ സീസൺ ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഇൻട്രൊഡക്ഷൻ പിള്ളേർക്ക് മനസ്സിലാവാനുള്ള രീതിക്ക് കുറച്ച് തന്നിട്ടുണ്ട്. നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ചു വെച്ചാൽ മതി. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ആദ്യം പറയുന്ന നോക്കിയേ, കാലത്തിന്റെ മാറ്റങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഋതുഭേദങ്ങൾ എന്ന് വിളിക്കുന്നത്. കാലത്തിന്റെ മാറ്റങ്ങൾ, അതായത് നമ്മുടെ ശിശിരകാലം, ശൈത്യകാലം, വസന്തകാലം എന്നിങ്ങനെ സീസൺസിന്റെ മാറ്റങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഋതുഭേദങ്ങൾ എന്ന് വിളിക്കുന്നത്. ഈ ഋതുഭേദങ്ങൾ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഋതുഭേദങ്ങൾ എന്തുകൊണ്ട് ഉണ്ടാവുന്നു? നമുക്കറിയാം, നമ്മുടെ ഭൂമിയുടെ അൾട്ടിമേറ്റ് പവർ ആരാണ്? അൾട്ടിമേറ്റ് പവർ എന്ന് പറയുന്നത് സൗരോർജമാണ്, സോളാർ എനർജിയാണ്. ഈ സൗരോർജം നമ്മുടെ ഭൂമിയിൽ പല പ്രദേശത്തും പല രീതിയിലാണ് ലഭിക്കുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചു. അതെന്തുകൊണ്ടാണ് ഈ ഒരു ഏറ്റക്കുറച്ചിൽ ഉണ്ടാവുന്നത് എന്ന് നമ്മൾ മുൻപ് പഠിച്ചതാണ് അല്ലെ. അപ്പൊ ഈ സൗരോർജ ലഭ്യതയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ കാരണമാണ് എന്തുണ്ടാകുന്നത്? വ്യത്യസ്ത ഋതുക്കൾ ഫോം ചെയ്യുന്നത്. സൗരോർജ ലഭ്യതയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളാണ് വ്യത്യസ്ത ഋതുക്കളുടെ പ്രധാന സവിശേഷത. അതേപോലെ തന്നെ നമ്മുടെ ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവും എന്ത് ചെയ്യുന്നുണ്ട്? ഇതിന് കാരണമാകുന്നുണ്ട്. ഭൂമിയുടെ പരിക്രമണം, സൂര്യന് ചുറ്റുമുള്ള ആ ഒരു പരിക്രമണവും നമ്മുടെ ഭൂമിക്കുള്ള അച്ചുതണ്ടിന്റെ ചെരിവ്, നമ്മുടെ ഭൂമി സ്ട്രെയിറ്റ് ആയിട്ടല്ല നിൽക്കുന്നത്, ഒരു ചെരിവുണ്ട്. അതിനെ നമ്മൾ എന്ത് പറയുന്നത്? അതിന്റെ ഒരു അച്ചുതണ്ടിന്റെ ഒരു ചെരിവുണ്ട്. അപ്പൊ അതുമാണ് എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ സീസൺസിന് കാരണമാകുന്നത്. ഇനി എന്താണ് പരിക്രമണം? നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മുടെ ഭൂമി സൂര്യനെ വലം വെക്കുന്ന പാത എന്ന് പറയുന്ന ഒരു ദീർഘവൃത്താകൃതിയിലാണ്, പക്കാ സർക്കുലർ പാത്തിലൂടെയല്ല നമ്മുടെ ഭൂമി കറങ്ങുന്നത് അല്ലെ. എങ്ങനെ കറങ്ങുന്ന? ഒരു ദീർഘവൃത്താകൃതിയിലൂടെയാണ് ആര് കറങ്ങുന്നത്? നമ്മുടെ സൂര്യന് ചുറ്റും ആര് കറങ്ങുന്നത്? ഭൂമി കറങ്ങുന്നത്. സൂര്യന് ചുറ്റും നമ്മുടെ ഭൂമി കറങ്ങുന്നത് ഒരു ദീർഘവൃത്താകൃതമായിട്ടുള്ള ഒരു പാതയിലൂടെയാണ്. ദീർഘവൃത്താകൃതമായിട്ടുള്ള ഒരു പാതയിലൂടെയാണ്, ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിലൂടെയാണ് ആര് സഞ്ചരിക്കുന്നത്? നമ്മുടെ ഭൂമി സൂര്യനെ വലം വെക്കുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പരിക്രമണം എന്ന് വിളിക്കുന്നത്. പരിക്രമണം അഥവാ റെവല്യൂഷൻ എന്ന് വിളിക്കുന്നത്. അടുത്ത് നമ്മൾ എന്താ പറഞ്ഞത്? ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചെരിവ് ആണെന്നാണ്. നമ്മുടെ ഭൂമിയുടെ അച്ചുതണ്ട് എന്ന് പറയുന്നത്, നമ്മുടെ ഭൂമി സ്ട്രെയിറ്റ് ഇങ്ങനെയല്ല നിൽക്കുന്നത്. ഭൂമി ഒരു 90 ഡിഗ്രി പോലെയല്ല നിൽക്കുന്നത്. പരിക്രമണ തലത്തിൽ നിന്നും ഒരു 90 ഡിഗ്രി ആംഗിളിലാണോ നമ്മുടെ ഭൂമി നിൽക്കുന്നത്? അല്ല, അതിനൊരു ചരിവുണ്ട്. അതിന് നോക്കി ഒരു ചരിവുണ്ട്. അപ്പൊ നമ്മൾ ലംബതലത്തിൽ നോക്കുകയാണെങ്കിൽ, 90 ഡിഗ്രിയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ, ലംബതലത്തിൽ നോക്കുകയാണെങ്കിൽ നോക്കിയതേ, ഇതാണ് 90 ഡിഗ്രി ആക്സിസ്. നമ്മുടെ ഭൂമിക്ക് നടുവിലൂടെ നമ്മൾ വരച്ചിട്ടുള്ള 90 ഡിഗ്രി ആക്സിസ് എന്ന് നോക്കി. ഈ 90 ഡിഗ്രി ആക്സിസിൽ നിന്നും നമ്മുടെ ഭൂമിക്കുള്ള ചെരിവ് എത്രയാണ്? ഇത്രയ്ക്കും ചെരിവുണ്ട്. അത് നമ്മൾ 23.5 ഡിഗ്രിയാണ്. എത്ര ഡിഗ്രിയാണ്? 23.5 ഡിഗ്രി ചെരിവാണ് ലംബതലത്തിൽ നമ്മുടെ ഭൂമിക്കുള്ളത്. ഇനി പരിക്രമണ തലം, ഈ ഒരു ലൈനിലൂടെയാണ് നമ്മുടെ ഭൂമി എന്ത് ചെയ്യുന്നത്? സൂര്യന് ചുറ്റും കടന്നു പോകുന്നത്. ഈ ഒരു പരിക്രമണ തലം കണ്ടോ? ഈ പരിക്രമണ തലത്തിൽ നിന്നും നമ്മുടെ ഭൂമിയുടെ ചരിവ് എത്രയാണ്? എത്ര കോണളവാണ്? അത് 66.5 ഡിഗ്രിയാണ്. എത്ര ഡിഗ്രിയാണ്? 66.5 ഡിഗ്രി ചെരിവാണ് നമ്മുടെ പരിക്രമണ തലത്തിൽ നിന്നും നമ്മുടെ ഭൂമിക്കുള്ളത്. ഓക്കെ, അപ്പൊ ലംബതലത്തിൽ നിന്നും 23.5 ഡിഗ്രി ചെരിവും പരിക്രമണ തലത്തിൽ നിന്നും 66.5 ഡിഗ്രി ചെരിവുമാണ് നമ്മുടെ ഭൂമിക്കുള്ളത്. ഇത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. പരിക്രമണ തലത്തിൽ നിന്നും നമ്മുടെ ഭൂമിയുടെ ചെരിവ് എത്രയാണ്? അച്ചുതണ്ടിനുള്ള ചെരിവ് എത്രയാണ്? 66.5 ഡിഗ്രി. ഇനി ലംബതലത്തിൽ നിന്നും കണക്കാക്കിയാലോ, ഈ ചെരിവ് എന്ന് പറയുന്നത് അത് 23.5 ഡിഗ്രിയുമാണ്. ഇനി പരിക്രമണത്തിൽ ഉടനീളം ഈ ചെരിവ് നമ്മുടെ ഭൂമി നിലനിർത്തുന്നുണ്ടോ? ഉണ്ട് എന്നതാണ് അർത്ഥം. പരിക്രമണത്തിൽ ഉടനീളം തന്നെ ഈ ഒരു ചെരിവ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഭൂമി കറങ്ങുന്നത്. അപ്പൊ ഈ ഒരു ചെരിവ് നിലനിർത്തുന്നതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? ഭൂമി പരിക്രമണത്തിൽ ഉടനീളം ഈ ഒരു ചെരിവ് നിലനിർത്തുന്നതിനെ നമ്മൾ പറയുന്നതാണ് അച്ചുതണ്ടിന്റെ സമാന്തരത. അച്ചുതണ്ടിന്റെ സമാന്തരത അഥവാ പാരലിസം ഓഫ് ആക്സിസ് എന്ന് പറയുന്നത്. അച്ചുതണ്ടിന്റെ സമാന്തരത ഓർ പാരലിസം ഓഫ് ആക്സിസ് എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്.
ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും സെറ്റല്ലേ. എന്തുകൊണ്ടാണ് ഈ സീസൺസ് ഉണ്ടാകുന്നത്? ഒന്നെന്ന് പറയുന്നത് സൗരോർജ്ജത്തിൽ ലഭ്യതയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലും ഭൂമിയുടെ പരിക്രമണവും അച്ചുതണ്ടിന്റെ ചെരിവുമാണ് ഇതിന് കാരണമാകുന്നത്. ഓക്കെ. ഇനി നമ്മുടെ ഭൂമി ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ദീർഘവൃത്താകൃതിയിലൂടെയാണ് നമ്മുടെ ഭൂമി എന്ത് ചെയ്യുന്നത്? സൂര്യന് ചുറ്റും കറങ്ങുന്നത്. അപ്പൊ നമ്മുടെ സൂര്യൻ ഏതൊക്കെ പക്ക സെന്ററിലാണോ നിൽക്കുന്നത്? അല്ല. സൂര്യന്റെ ഒരു ഒരു എന്താണ് എല്ലാ വശത്തും ഐ മീൻ ഒരു പക്ക എല്ലാ സെന്റർ പാത്തിലല്ല നമ്മുടെ സൂര്യൻ ഇരിക്കുന്നത്. നമ്മുടെ ഭൂമി ഒരു ദീർഘവൃത്താകൃതിയിൽ കിടങ്ങുമ്പോൾ അതിന്റെ ഏറ്റവും ഒരു എൻഡിലായിട്ടാണ് ആര് കിടക്കുന്നത്? നമ്മുടെ സൂര്യൻ കിടക്കുന്നത്. അപ്പൊ നമ്മൾ സൂര്യന്റെ ഏറ്റവും അടുത്തായിട്ട് വരുന്ന ഒരു പോയിന്റ് ഉണ്ടാവും. ഏറ്റവും അകലെയായിട്ട് വരുന്ന ഒരു പോയിന്റ് ഉണ്ടാവും. ഞാൻ ഒരു ഇമേജ് വെച്ച് കാണിച്ചു തരാം. ഓക്കെ. ദേ ഇതാണ് നമ്മുടെ സൂര്യന്റെ സ്ഥാനം എന്ന് പറയുന്നത്. ഈ സൂര്യന് ചുറ്റും നമ്മുടെ ഭൂമി കറങ്ങുന്ന ഒരു സ്ഥാനം നോക്കിയേ. സൂര്യന് ഏറ്റവും അടുത്തായിട്ട് വരുന്ന ഒരു പോയിന്റ് നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. ദേ വളരെ അടുത്തായിട്ട് നിങ്ങൾക്ക് വരുന്ന ഒരു പോയിന്റ് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ വളരെ അകലെ എത്തുന്ന ഒരു പോയിന്റ് നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. അങ്ങനെ വളരെ അടുത്ത് കടക്കുന്ന പോയിന്റ്, വളരെ അടുത്ത് കടക്കുന്ന ഈ പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പെരിഹീലിയൻ. പെരിഹീലിയൻ. പെരിഹീലിയൻ എന്നാണ് സൂര്യൻ വളരെ അടുത്ത് കിടക്കുന്ന പോയിന്റിനെ നമ്മൾ പറയുന്നത്. സൂര്യന്റെ വളരെ അടുത്ത്. സൂര്യൻ നമ്മുടെ ഭൂമി നമ്മുടെ സൂര്യന് ഏറ്റവും അടുത്ത് വരുന്ന പോയിന്റ് നമ്മൾ വിളിക്കുന്ന പേര് പെരിഹീലിയൻ എന്നാണ്. ഇനി നമ്മുടെ സൂര്യൻ വളരെ ദൂരെ വരുന്ന പോയിന്റ് നോക്കി ഡേറ്റ് ഇപ്പൊ കൺസിഡർ ചെയ്ത് നമുക്ക് SCRT ഡേറ്റ് നോക്കാം. ഏറ്റവും ദൂരെ വരുന്ന പോയിന്റ് നോക്കി അതാണ് അപ് ഹീലിയൻ എന്ന് പറയുന്നത്. അപ്പൊ അപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ഉയരെ എന്ന് ആലോചിച്ചാൽ മതി. ഈ AP അല്ല, നമ്മൾ അബ്ഹീലൻ കോഡായിട്ട് ജസ്റ്റ് അപ്പ് എന്ന് പഠിച്ചാൽ നമുക്കത് മനസ്സിലാവും. വളരെ ദൂരെ വളരെ മുകളിൽ ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ. അപ്പൊ അപ് ഹീലിയൻ ജൂലൈ 3 ഐ മീൻ ഡേറ്റ് അവിടെ ഇരിക്കട്ടെ. പെരിഹീലിയൻ വളരെ അടുത്ത്. ഓക്കെ അല്ലേ. ഇപ്പൊ ഇവിടെ ഏകദേശം 147 മില്യൺ കിലോമീറ്റർ ആണ് നമ്മുടെ സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ നോക്കിയേ 152 മില്യൺ കിലോമീറ്റർ ആണ് അപ് ഹീലിയനിൽ നമ്മുടെ സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ സൂര്യൻ അടുത്ത് വരുന്ന പോയിന്റ് പെരിഹീലിയൻ, വളരെ ദൂരെ വരുന്ന പോയിന്റ് അപ് ഹീലിയനും ആണ്. ഓക്കെ അല്ലേ. ഇനി നമ്മൾ ടെക്സ്റ്റിൽ പറയുന്ന കാര്യങ്ങളും കൂടെ നമുക്ക് നോക്കാം. സൂര്യനും ഭൂമിയും അടുത്തും അകന്നും. ഒരു പരിക്രമണ കാലയളവിൽ ഭൂമിക്ക് സൂര്യനിൽ നിന്നുള്ള അകലത്തിൽ നിരന്തരം മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്ന ദിനം അറിയപ്പെടുന്നത് സൂര്യ സമീപ ദിനം അഥവാ പെരിഹീലിയൻ എന്നാണ്. ഇനി ഏറ്റവും അകന്നു പോകുന്ന ദിനം ഏതാ? ഏറ്റവും അകന്നു പോകുന്ന ദിനം സൂര്യ വിദൂര ദിനം അഥവാ അപ് ഹീലിയൻ എന്നാണ്. മലയാളം മാത്രം പഠിച്ചു വെച്ച് രക്ഷപ്പെടാന്ന് വിചാരിക്കരുത്. ഇംഗ്ലീഷിലാണ് നമുക്ക് ചോദ്യം വന്നിട്ടുള്ളത്. പെരിഹീലിയൻ അടുത്ത്, അപ് ഹീലിയൻ ദൂരെ. സൂര്യ വിദൂര ദിനമാണ് അപ് ഹീലിയൻ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞ ഡേറ്റ് നോക്കിയേ. പെരിഹീലിയന്റെ ഡേറ്റ് എന്ന് പറയുന്നത് ജനുവരി 3 ആണ്. പെരിഹീലിയൻ ജനുവരി 3-നാണ്. അപ്ഹീലിയൻ ജൂലൈ 4-നുമാണ്. ജനുവരി 3-ഉം ജൂലൈ 4-ഉമാണ്. അപ്ഹീലിയൻ ജൂലൈ 4, പെരിഹീലിയൻ ജനുവരി 3-ഉമാണ്. ഓക്കെ അല്ലേ. അപ്പൊ ഡേറ്റും കൂടെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചേക്കുക. ജനുവരി 3-ഉം ജൂലൈ 4-ഉം. സെറ്റ് ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം. ഇനി നമ്മുടെ സൂര്യന്റെ രശ്മികൾ നമ്മുടെ ഭൂമിയിൽ വന്ന് പതിക്കുന്ന ഒരു ഇത് നോക്കിയേ. നമ്മുടെ ഈ ഭൂമിക്ക് ഒരു ചെരിവുണ്ട്. ലംബ തലത്തിൽ നിന്നുള്ള ഒരു ചെരിവ്. അതിനെ നമ്മൾ പറയുന്നത് എർത്തിന്റെ ടിൽറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അച്ചുതണ്ടിന്റെ ചെരിവ് എന്ന് പറയുന്നത്. ഈ ചെരിവ് കാരണം തന്നെ നമ്മുടെ ഏത് ഭാഗത്താണോ സൂര്യരശ്മികൾ പതിക്കുന്നത്, ലംബമായിട്ട് പതിക്കുന്നവിടെ ടെമ്പറേച്ചർ എന്തായിരിക്കും? വളരെ കൂടുതലായിരിക്കും. ഇവിടെ സൂര്യപ്രകാശം വളരെ കൂടുതലായിരിക്കും. ഇവിടെ ടെമ്പറേച്ചറും വളരെ കൂടുതലായിരിക്കും. ഇനി ഇങ്ങോട്ടേക്ക് നോക്കിയേ, പോൾസിലോട്ട് നോക്കിയേ. സൂര്യരശ്മികൾ എങ്ങനെയാ പോയി പതിക്കുന്നത്? സൂര്യരശ്മികൾ പോയി പതിക്കുന്നത് ചെരിഞ്ഞിട്ടായിരിക്കും. സ്ട്രെയിറ്റ് ആയിട്ട് പതിക്കുന്നത് ഈ ഒരു ഭാഗത്ത് മാത്രമാണ്. സ്ട്രെയിറ്റ് ആയിട്ട് പോയി പതിക്കുന്നത് ഈ ഒരു വശത്ത് മാത്രമാണ്. ചെരിഞ്ഞു പോയി പതിക്കുന്ന ഭാഗമാണ് ഈ ഒരു ഉത്തരാർദ്ധ ആ ഒരു ഭാഗം ഒക്കെ പറയുന്നത് അല്ലെ. അപ്പൊ ഇത് ടിൽറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഇവിടെ ഫുൾ ആയിട്ട് എന്ത് ചെയ്യാൻ കഴിയും? ഫുള്ളായിട്ട് ഈ സൂര്യരശ്മി എവിടെയാണോ ഈ ഒരു ഭാഗത്ത് ഉത്തരാർദ്ധ ഗോളത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ഐ മീൻ പോളില് ഏറ്റവും പോൾ ഭാഗത്ത് നമുക്ക് 6 മാസം എന്തായിരിക്കും? പകലായിരിക്കും. സൂര്യൻ ഉത്തരാർദ്ധ ഗോളത്തിലായിരിക്കുന്ന സമയത്ത് ഇവിടെ എന്തായിരിക്കും? പോൾസില് 6 മാസം പകലായിരിക്കും. നോക്കിയേ, ഈ ഭാഗം നോക്കിയേ. സൂര്യനിൽ നിന്നും അകന്ന് കിടക്കുന്ന നമ്മുടെ സൗത്ത് പോള് നോക്കിയേ. സൗത്ത് പോളില് 6 മാസം എന്തായിരിക്കും? രാത്രിയായിരിക്കും. നമുക്ക് വഴിയെ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു പിക്ക് കാണിച്ചെന്നുള്ളൂ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് നമ്മുടെ ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്ന ഒരു ഇമേജ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അതിന്റെ ഓരോ ഡേറ്റും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്.
ഈ അച്ചുതണ്ടിന്റെ ചരിവ് പരിക്രമണത്തിന്റെ ഉടനീളം ഒരുപോലെ നിലനിർത്തുന്നത് കൊണ്ട് സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയിൽ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സൂര്യന്റെ അയനം ഓർ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് സൺ എന്ന് പറയുന്നത്. ഇതെന്താ അവിടെ പറയുന്നത്? നോക്കിയേ, നമ്മുടെ ഭൂമി സ്ട്രെയിറ്റ് അല്ല, ചെരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഇത് നോക്കി, ഇത് നോർത്ത് പോളാണ്, ഇത് സൗത്ത് പോളാണ്, അല്ലെങ്കിൽ ഇത് നോർത്തേൺ ഹെമീസ്ഫിയർ ആണ്, ഇത് സദേൺ ഹെമീസ്ഫിയർ ആണെന്ന് കരുതാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഭൂമി ഇതാണ്, നിങ്ങളുടെ ഭൂമി ഇത് നോക്കി, ഇതിന്റെ അടുത്ത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഓഡിബിൾ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത് വരുന്ന സമയത്ത് ഏത് ഭാഗമാണ് അടുത്തിരിക്കുന്നത്? ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് സൂര്യന്റെ ഏത് ഭാഗത്തേക്കാണ് കൂടുതലായിട്ട് സൂര്യരശ്മികൾ പതിക്കാതെ? ഈ ഭാഗത്തേക്കാണ്. നോർത്തേൺ ഹെമീസ്ഫിയറിലാണ് നന്നായിട്ട് സൂര്യപ്രകാശം പതിക്കുക. ഇനി നോക്കി, ഈ ഒരു സംഭവം നമ്മുടെ ഭൂമി നേരെ ചുറ്റി ദേ ഇങ്ങോട്ടേക്ക് വന്നു. നേരെ ചുറ്റി ദേ ഈ ഭാഗത്തേക്ക് നമ്മുടെ ഭൂമി വന്നു കഴിഞ്ഞു. അപ്പൊ നോക്കിയേ, നോർത്ത് പോൾ എവിടെയാ? നോർത്തേൺ ഹെമീസ്ഫിയർ ദേ ഈ ഭാഗത്തേക്കാണ്, സദേൺ ഹെമീസ്ഫിയർ ദേ ഈ ഭാഗത്താണ്. സൂര്യൻ ഇത് എവിടെ കിടക്കുന്നത്? അപ്പൊ നോർത്തേൺ ഹെമീസ്ഫിയർ എന്ന് പറയുന്നത് നമ്മുടെ സൂര്യനിൽ നിന്നും വളരെ അകലെയാണ്. നോർത്തേൺ ഹെമീസ്ഫിയർ സൂര്യനിൽ നിന്നും അകലെയാണ്. ഏറ്റവും അടുത്ത് വരുന്നത് ഏതാ? ദക്ഷിണാർദ്ധഗോളമാണ് സൂര്യന് അടുത്തേക്ക് വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് ഫീൽ ചെയ്യും? ഉത്തരാർദ്ധഗോളത്തിൽ നിന്നും, നമ്മുടെ ഉത്തരായന രേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്ക് സൂര്യൻ മൂവ് ചെയ്തതായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ലേ? സത്യത്തിൽ ആരാ മൂവ് ചെയ്യുന്നത്? നമ്മുടെ ഭൂമിയാണ് മൂവ് ചെയ്യുന്നത്. എന്നാൽ നമുക്ക് ഫീൽ ചെയ്യുന്നത് ആര് മൂവ് ചെയ്യുന്നതായിട്ടാ? സൂര്യൻ മേലേക്കും താഴേക്കും, ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയിലായിട്ട് മൂവ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് സൺ എന്ന് പറയുന്നത്. നമ്മൾ ചലനത്തിൽ പഠിച്ചു. ചലനം നമ്മൾ ഒരു സംഭവത്തിനെ ആസ്പെക്ട് ആക്കി നിർത്തിയിട്ടാണ് നമ്മൾ ചലനം എന്ത് ചെയ്യുന്നത്? വിശദീകരിക്കുന്നത്. അപ്പൊ നമ്മൾ ബസ്സിൽ പോവുകയാണെങ്കിൽ ബസ്സിൽ ഇരിക്കുന്ന നമുക്ക് പുറത്തുള്ള കാഴ്ചകളാണ് ചലിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുക. നമ്മൾ എന്താണ് അവിടെ ഇരിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുക. അതേപോലെ തന്നെ ഇവിടെ കറങ്ങുന്നത് ഭൂമിയാണെങ്കിലും സൂര്യൻ ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയിലായിട്ട് മാറി കളിക്കുന്നതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ എന്ന് പറയുന്നത്. അത് ഭൂമിയുടെ ഈ ഒരു ചെരിവ് കാരണവും പരിക്രമണവും കാരണമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഫീൽ ചെയ്യുന്നത്. അപ്പൊ ഈ ചെരിവ് ഇതേപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനോട് ഉത്തരാർദ്ധ ഗോളം ഒരു പോയിന്റിൽ സൂര്യനോട് സമീപത്തായിരിക്കും. പിന്നെ അടുത്ത ഭാഗത്ത് എത്തുമ്പോഴോ ദക്ഷിണാർദ്ധ ഗോളമായിരിക്കും, ഈ ഒരു ഭാഗമായിരിക്കും നമ്മുടെ ഭൂമിയോട് അടുത്തിരിക്കുന്നത്. നമുക്കിനി ഈ ഒരു ഇമേജിൽ നിങ്ങൾക്ക് ഇത് പറഞ്ഞ് മനസ്സിലാക്കി തരാം. നോക്കിയേ, ജൂൺ 21 നമ്മുടെ സൂര്യന്റെ അച്ചുതണ്ടിന്റെ ചെരിവ് സൂര്യനോട് ഏറ്റവും കൂടുതൽ സൂര്യരശ്മികൾ പതിക്കുന്നത് ഏത് ഭാഗത്താണ്? സ്ട്രെയിറ്റ് ആയിട്ട് പതിക്കുന്നത് നോർത്തേൺ ഹെമീസ്ഫിയറിന്റെ അവിടെയാണ്. ഇവിടെയായിട്ട് നമ്മുടെ ഇക്വേറ്റ്. അപ്പൊ ഏറ്റവും ലംബമായിട്ട് സൂര്യരശ്മികൾ വന്ന് പതിക്കുന്നത് എവിടെയാ? നോർത്തേൺ ഹെമീസ്ഫിയറിന്റെ അവിടെയാണ്. ഓക്കെ, ഇനി ഭൂമി കറങ്ങി കറങ്ങി ഇപ്പുറത്തേക്ക് വരുന്ന നോക്കിയേ, ഡിസംബർ 22 ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കിയേ. ഡിസംബർ 22 നമ്മുടെ നോർത്തേൺ ഹെമീസ്ഫിയർ നോക്കിയേ, സൂര്യനിൽ നിന്നും അകന്നല്ലേ കിടക്കുന്നത്? സൂര്യനിൽ നിന്നും അകന്നാണ് ആര് കിടക്കുന്നത്? നോർത്തേൺ ഹെമീസ്ഫിയർ കിടക്കുന്നത്. അപ്പൊ സൂര്യരശ്മികൾ ഏറ്റവും കൂടുതൽ സ്ട്രെയിറ്റ് ആയിട്ട് പതിക്കുന്നത് എവിടെയാണ്? സ്ട്രെയിറ്റ് ആയിട്ട് പോയി പതിക്കുന്നത് എവിടെയായിട്ടാണ്? സദേൺ ഹെമീസ്ഫിയറിന്റെ അവിടെയായിട്ടാണ്. എവിടെയായിട്ട് പോയി പതിക്കുന്നത്? സദേൺ ഹെമീസ്ഫിയറിലാണ് സ്ട്രെയിറ്റ് ആയിട്ട് സൂര്യരശ്മികൾ പോയി പതിക്കുന്നത്. നോർത്തേൺ ഹെമീസ്ഫിയറിന്റെ അവിടെ സൂര്യരശ്മികൾ എന്താണ്? കുറവാണ് പതിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത 2 പോയിന്റ് ഇവിടെ ഉണ്ട്. സെപ്റ്റംബർ 23, മാർച്ച് 21. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ സൂര്യരശ്മികൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇക്വേറ്ററിന്റെ അവിടെയായിട്ടാണ് പതിക്കുന്നത്. ഇക്വേറ്ററിന്റെ അവിടെയായിട്ടാണ് സൂര്യരശ്മികൾ പതിക്കുന്നത്. ഇനി നമുക്ക് ഇത് ഓരോന്ന് ഡീകോഡ് ചെയ്ത് പഠിക്കാനുണ്ട്. നമുക്ക് ഓരോന്നിലേക്ക് വരാം. ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് സൺ എന്തുകൊണ്ടുണ്ടാവുന്നു, ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും നേർമുകളിൽ സൂര്യൻ എന്തുകൊണ്ട് മാറി കളിക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. നമുക്ക് ഓരോന്ന് നോക്കി നോക്കാം. ഓക്കെ, അപ്പൊ അച്ചുതണ്ടിന്റെ ചെരിവ് പരിക്രമണത്തിലുടനീളം ഒരുപോലെ നിലനിർത്തുന്നത് കൊണ്ട് സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയിൽ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സൂര്യന്റെ അയനം, അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് സൺ എന്ന് പറയുന്നത്. ഈ സൂര്യന്റെ അയനമാണ് ഭൂമിയിൽ ഋതുഭേദങ്ങൾക്ക് കാരണമാകുന്നത്. സൂര്യന്റെ ഈ ഒരു അയനമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയിലായിട്ട് നമ്മുടെ സൂര്യന്റെ അയനമാണ് ഭൂമിയിൽ എന്തുണ്ടാക്കുന്നത്? ഋതുഭേദങ്ങൾക്ക് കാരണമാകുന്നത്.
ഋതുഭേദങ്ങൾക്ക് കാരണമാകുന്നത്. നമുക്കറിയാം നമ്മുടെ ഭൂമി പരിക്രമണം സൂര്യന് ചുറ്റും ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ എത്ര ദിവസം വേണം? 1 വർഷമാണ് വേണ്ടത്. 1 വർഷമാണ് ഒരു പരിക്രമണ കാലം എന്ന് പറയുന്നത്. സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ സഞ്ചാരഗതിയിൽ 4 സ്ഥലങ്ങളാണ് നമ്മുടെ പിക്കിൽ നമ്മളിപ്പോ പഠിച്ചത്. സൂര്യന്റെ അയനം മൂലം ഭൂമിയിൽ സൂര്യപ്രകാശം പതിക്കുന്നതിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകുന്നുണ്ട്. വർഷത്തിൽ ഒരു പകുതിയിൽ ഉത്തരാർദ്ധഗോളത്തിലും മറുപകുതിയിൽ ദക്ഷിണാർദ്ധഗോളത്തിലുമാണ് സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്നത്. അപ്പൊ ലംബമായിട്ട് പതിക്കുന്നവിടെ എന്തായിരിക്കും? ചൂട് പൊതുവെ കൂടുതലായിരിക്കും. ചെരിഞ്ഞ് പതിക്കുന്ന ഇടങ്ങളിലോ ചൂട് കുറവുമായിരിക്കും. അപ്പൊ ഈ ചൂടിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളാണ് എന്തുണ്ടാക്കുന്നത്? ഋതുക്കൾ ഉണ്ടാകുന്നത്. മെയിൻ ആയിട്ടും നമ്മുടെ ലോകത്തുണ്ടാകുന്ന ഒരു ക്ലൈമറ്റ് ഋതുക്കൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മൾ 4 എണ്ണമായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. ഏതൊക്കെയാണ് ആ സീസൺസ് എന്ന് പറയുന്നത്? 1 വസന്തകാലം, 2 ഗ്രീഷ്മകാലം, 3 ഹേമന്തകാലം, 4 ശൈത്യകാലം. ഇപ്പൊ എത്ര സീസൺസ് നമുക്കുള്ളത്? 1 വസന്തകാലം, ഗ്രീഷ്മകാലം, ഹേമന്തകാലം, ശൈത്യകാലം എന്നിങ്ങനെ വ്യത്യസ്ത ഋതുക്കൾ ചാക്രികമായിട്ട് സൈക്ലിക് ആയിട്ട് ഒരു വർഷത്തിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പൊ വർഷം മുഴുവൻ ഉയർന്ന തോതിൽ സൂര്യപ്രകാശം ലഭിക്കുന്ന പ്രദേശങ്ങൾ ഏതാണ്? നമുക്കറിയാം ട്രോപ്പിക്സ് ആണ്. അതായത് ഈ മധ്യഭാഗം ഭൂമിയുടെ ഈ ഒരു മധ്യഭാഗത്ത് എന്താണ് നമുക്ക് നോക്കുകയാണെങ്കിൽ എല്ലാ പ്രാവശ്യവും ഭൂമിയുടെ മധ്യഭാഗത്ത് എന്താണ് നന്നായിട്ട് എന്ത് ലഭിക്കുന്നുണ്ട്? സോളാർ എനർജി ലഭിക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രോപ്പിക്കൽ സോൺ ഉഷ്ണമേഖല എന്ന് പറയുന്നത് അല്ലെ? ഉഷ്ണമേഖല എന്ന് പറയുന്നത് അത് 23.5 നോർത്തും 23.5 സൗത്തിനും ഇടയിലുള്ള ഒരു പോയിന്റ് ആണ്. 23.5 നോർത്തിനും 23.5 സൗത്തിനും ഇടയിലുള്ള പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രോപ്പിക്കൽ മേഖല അഥവാ ഉഷ്ണമേഖല എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു മേഖലയിൽ വർഷം മുഴുവൻ എന്ത് ലഭിക്കും? പ്രകാശം യഥേഷ്ടം ലഭിക്കുകയും അവിടെ ടെമ്പറേച്ചറും എന്തായിരിക്കും? കൂടുതലുമായിരിക്കും. ഓക്കെ. അപ്പൊ അതാണ് അവിടെ ഡിസ്കസ് ചെയ്തത് നമ്മൾ. സൂര്യന്റെ അയനം മൂലം വസന്തകാലം, ഗ്രീഷ്മകാലം, ഹേമന്തകാലം, ശൈത്യകാലം എന്നിങ്ങനെ വ്യത്യസ്ത ഋതുക്കൾ ചാക്രികമായിട്ട് ആവർത്തിക്കുന്നുണ്ട്. വർഷം മുഴുവൻ ഉയർന്ന തോതിൽ സൂര്യപ്രകാശം ലഭിക്കുന്നത് കൊണ്ട് ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ പൊതുവെ നമുക്ക് ഋതുഭേദങ്ങൾ പ്രകടമായി അനുഭവപ്പെടുന്നില്ല. എന്താന്ന് വെച്ചാൽ അവിടെ വർഷം മുഴുവൻ എന്താണ്? സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്ന ഒരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. ടെമ്പറേച്ചറിന് ഏറ്റക്കുറച്ചിൽ ഉണ്ടാകുമ്പോഴാണ് ഈ സീസൺ ചേഞ്ച് എല്ലാം ഉണ്ടാകുന്നത്. അല്ലേ? ഇനി എന്തൊക്കെയാണ് സീസൺ ചേഞ്ച് എന്ന് പറഞ്ഞാൽ? ഗ്രീഷ്മകാലം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉഷ്ണകാലമാണ്. ഗ്രീഷ്മകാലം എന്ന് പറഞ്ഞാൽ ഉഷ്ണകാലമാണ്. ഇനി ഉഷ്ണകാലം മാറി അടുത്ത സീസൺ ഏതാ വരുന്നത്? വിന്ററിന് മുൻപുള്ള ഒരു സീസൺ ആണ്. അപ്പൊ വിന്ററിന് മുൻപ് നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്തിരിക്കണം. വിന്ററിന് മുമ്പ് നമുക്ക് പ്രിപ്പയർ ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക? ഇലകളെല്ലാം കൊഴിയും. അല്ലെ? ഇലകളെല്ലാം കൊഴിഞ്ഞ് ഓട്ടം സീസൺ ഹേമന്തകാലമായിരിക്കും. ഈ ഹേമന്തകാലത്തിൽ നമ്മുടെ വെറും ശൈത്യകാലത്തിന് വേണ്ടി നമ്മുടെ മരങ്ങൾ എല്ലാവരും എന്ത് ചെയ്യും? പ്രിപ്പയർ ചെയ്തിരിക്കും. ഇലകളെല്ലാം കൊഴിഞ്ഞിരിക്കും. അതാണ് ഹേമന്തകാലം അഥവാ ഓട്ടം സീസൺ എന്നറിയപ്പെടുന്നത്. ഇനി അടുത്ത സീസൺ എന്താണ്? ഹേമന്തകാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സീസൺ എന്താണ്? അത് ശൈത്യകാലമാണ്. വിന്റർ സീസൺ ആണ്. അടുത്തത് എന്താണ്? വിന്റർ സീസൺ ആണ്. വിന്റർ സീസൺ എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പ്, ശൈത്യം അനുഭവപ്പെടുന്ന ഒരു സമയമാണ് ശൈത്യകാലം എന്ന് പറയുന്നത്. ഈ ശൈത്യകാലം കഴിഞ്ഞ് അടുത്ത സീസൺ എന്ന് പറയുന്നത് വസന്തകാലമാണ്. അതായത് നമ്മുടെ ഗ്രീഷ്മകാലം വരുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചെടികളെല്ലാം പൂക്കുന്ന, ഇലകളെല്ലാം വരുന്ന ആ ഒരു സീസണാണ് നമ്മുടെ എന്താണ് സമ്മർ സീസണെ വരവേൽക്കാനുള്ള ഒരു ട്രാൻസിഷൻ കാലമാണ് ഏതെന്ന് പറയുന്നത്? വസന്തകാലം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയാ 4 പ്രധാനമായിട്ടുള്ള സീസൺസ് ആണുള്ളത്. ഈ 4 സീസൺ ചേഞ്ച് നമുക്ക് പ്രകടമായിട്ട് എവിടെ കാണാൻ കഴിയില്ല? വസന്തകാലം, ഗ്രീഷ്മകാലം, ഹേമന്തകാലം, ശൈത്യകാലം എന്നിങ്ങനെ പ്രകടമായിട്ട് ഋതുഭേദങ്ങൾ നമുക്ക് എവിടെ അനുഭവപ്പെടുന്നില്ല? ഈ ഒരു ഉഷ്ണമേഖലയിൽ അനുഭവപ്പെടുന്നില്ല. ഈ ട്രോപ്പിക്കൽ റീജിയനിൽ നമുക്ക് എന്ത് ചെയ്യുന്നില്ല? അനുഭവപ്പെടുന്നില്ല. എന്തുകൊണ്ടാ? അവിടെ വർഷം മുഴുവൻ ഒരേ തോതിൽ സൂര്യപ്രകാശം ലഭിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ട്രോപ്പിക്കൽ സോണിൽ വരുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. കേരളത്തിൽ നമുക്ക് അതിശൈത്യം അനുഭവപ്പെടുന്നുണ്ടോ? അതിഉഷ്ണം അനുഭവപ്പെടുന്നുണ്ടോ? ഇനി നമുക്ക് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യാൻ കഴിയില്ല. എന്താണ് സിവിയർ ആയിട്ടുള്ള ഒരു ശൈത്യകാലമോ സിവിയർ ഗ്രീഷ്മകാലമോ അതൊന്നും നമുക്ക് എവിടെ അനുഭവപ്പെടുന്നില്ല. ഈ ഒരു ഉഷ്ണമേഖല പ്രദേശങ്ങൾ അനുഭവപ്പെടുന്നില്ല. അതാണ് അവിടെ പറഞ്ഞു വന്നത്. ഓക്കെ. ഇനി അടുത്ത കാര്യം നമുക്ക് നോക്കാം.
എവിടെയാണ് നമുക്ക് കൂടുതലായിട്ടും ഋതുക്കൾ പ്രകടമായിട്ട് അനുഭവപ്പെടുന്നത്? എവിടെയാണ് പ്രകടമായിട്ട് നമുക്ക് കാലാവസ്ഥ ചേഞ്ചുകൾ അനുഭവപ്പെടുന്നത്? അത് ഈ 23.5 നോർത്തിനും മുകളിലും 23.5 സൗത്തിന് താഴെയുമുള്ള മേഖലയാണ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മിതോഷ്ണ മേഖലാ പ്രദേശങ്ങൾ. മിതോഷ്ണ മേഖലാ പ്രദേശങ്ങൾ അഥവാ മധ്യ അക്ഷാംശ മേഖലയിലാണ് ഋതുക്കൾ പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത്? അനുഭവപ്പെടുന്നത്. നമുക്ക് മെയിൻ ആയിട്ട് വിന്റർ സീസൺ, സമ്മർ സീസൺ എന്നിങ്ങനെ പ്രകടമായിട്ട് ഹേമന്തകാലം, സ്പ്രിംഗ് സീസൺ ഒക്കെ മാറി മാറി വരുന്ന ഒരു സമയം എന്ന് പറയുന്നത്, ഒരു മേഖല എന്ന് പറയുന്നത് ഏതാണ്? മിതോഷ്ണ മേഖലാ പ്രദേശങ്ങളാണ്. മിതോഷ്ണ മേഖലാ പ്രദേശം അഥവാ മധ്യ അക്ഷാംശ മേഖലയിലാണ് എല്ലാ ഋതുക്കളുടെയും സവിശേഷതകൾ നമുക്ക് വ്യക്തമായിട്ട് അനുഭവപ്പെടുന്നത്. ഓക്കെ അല്ലേ? ഇതപ്പോ നമുക്ക് ഗ്ലോബിൽ പറഞ്ഞു തരികയാണെങ്കിൽ നോക്കിയേ. ഇതാണ് ഭൂമധ്യരേഖ. നമ്മുടെ ട്രോപ്പിക്കൽ സോൺ എന്ന് പറയുന്നത് ഉത്തരായന രേഖ. ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയിലായിട്ടാണ് എന്ത് വരുന്നത്? ട്രോപ്പിക്കൽ സോൺ വരുന്നത്. ട്രോപ്പിക്കൽ സോൺ വരുന്നത്. ഇവിടെയാണ് ട്രോപ്പിക്കൽ സോൺ വരുന്നത്. ഇവിടെ നമുക്ക് പ്രകടമായിട്ട് സീസൺ ചേഞ്ച് ഒന്നും എന്ത് ചെയ്യില്ല, നമുക്ക് അനുഭവപ്പെടുന്നില്ല. ഇനി ഇതിന്റെ മുകളിലുള്ള ഈ ഒരു പാർട്ടോ, ഇതിന് മുകളിൽ വരുന്ന ഈ ഒരു ഭാഗം കണ്ടോ? ഈ ഒരു ഭാഗം കണ്ടോ? ഈ ഒരു ഭാഗത്താണ് നമുക്ക് സീസൺ ചേഞ്ച് പ്രകടമായിട്ട് അനുഭവപ്പെടുന്നത്. 23.5 വടക്കും 23.5 ദക്ഷിണായന രേഖയ്ക്ക് തെക്ക് ഭാഗത്തുമാണ് നമുക്ക് സീസൺ ചേഞ്ച് പ്രകടമായിട്ട് അനുഭവപ്പെടുന്നത്. ഇതൊക്കെ നമ്മൾ മുൻ ക്ലാസ്സുകളിലും ഡിസ്കസ് ചെയ്തതാണ്. സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിലായിരിക്കുമ്പോൾ ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും തുല്യ അളവിലാണ് സൂര്യപ്രകാശം ലഭിക്കുന്നത്. സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് മുകളിലായിരിക്കുമ്പോൾ നമുക്കറിയാം ഈക്വൽ ആയിട്ടായിരിക്കും ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും തുല്യമായിട്ട് അളവിൽ എന്ത് ലഭിക്കും? സൂര്യപ്രകാശം ലഭിക്കും. പരിക്രമണ വേളയിൽ സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം മധ്യരേഖയ്ക്ക് മുകളിൽ വരുന്ന ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴൊക്കെയാണ് നമ്മുടെ സൂര്യന്റെ ലംബമായിട്ട് സൂര്യരശ്മികൾ ഭൂമിയിലേക്ക് വന്ന് പതിക്കുന്നത്, അല്ലെങ്കിൽ ഇക്വേറ്ററിന് നേർമുകളിൽ വന്ന് പതിക്കുന്നത് എപ്പോഴാണ്? സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം മധ്യരേഖയ്ക്ക് നേർമുകളിലാകുന്നത് എപ്പോഴാണ് എന്നുള്ള ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണ്. ഒരു വർഷത്തിൽ 2 തവണയാണ് അത് സംഭവിക്കാറുള്ളത്. ഒന്ന് മാർച്ച് 21, പിന്നെ 6 മാസം കഴിഞ്ഞിട്ടാണ് അടുത്തത് കയറുന്നത്. ഏത്? സെപ്റ്റംബർ 23. സെപ്റ്റംബർ 23. ഓക്കെ. ഓക്കെ അല്ലേ? അപ്പൊ മാർച്ച് 21 സെപ്റ്റംബർ 23 നമ്മുടെ ഭൂമി നമ്മുടെ സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം എവിടെയായിട്ട് വരുന്നത്? ഭൂമധ്യ രേഖയ്ക്ക് നേർമുകളിലായിട്ട് വരുന്നത്. ഒരു 6 മാസത്തെ ഡിഫറൻസിലാണ്. സെറ്റല്ലേ മക്കളെ? ഓക്കെ. അപ്പൊ മാർച്ച് 21 മുതൽ മാർച്ച് 21 മുതലല്ല, മാർച്ച് 21 സെപ്റ്റംബർ 23 നമ്മുടെ സൂര്യരശ്മികൾ ലംബമായിട്ട് എവിടെ പതിക്കുന്നത്? ഇക്വേറ്ററിലേക്ക് പതിക്കുന്നത്. സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം മധ്യരേഖയ്ക്ക് നേർമുകളിലാകുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ ആ ഒരു മാപ്പിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. നോക്കിയേ. സൂര്യൻ ലംബമായിട്ട് ഇക്വേറ്ററിൽ പോയി പതിക്കുന്ന മേഖലയാണ് ഏതെന്ന് പറയുന്നത്? ഇക്വേറ്ററിന് നേർമുകളിലായിട്ടാണ് സൂര്യരശ്മികൾ ഇപ്പോൾ ഉള്ളത്. അതാണ് മാർച്ച് 21 സെപ്റ്റംബർ 23. മാർച്ച് 21 സെപ്റ്റംബർ 23 അപ്പൊ സൂര്യരശ്മികൾ ലംബമായിട്ട് എവിടെയാ നേരെ പോയി പതിക്കുന്നത്? ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിലായിട്ടാണ് ഈ സൂര്യരശ്മികൾ പോയി പതിക്കുന്നത്. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് വിഷുവങ്ങൾ അഥവാ ഇക്വിനോക്സ് എന്ന് പറയുന്നത്. വിഷുവങ്ങൾ അഥവാ ഇക്വിനോക്സ് എന്നാണ് ഇതിനെ നമ്മൾ പറയുന്നത്. ഓക്കെ. അപ്പോ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്തായിരിക്കും? ദക്ഷിണാർദ്ധഗോളത്തിലും ഉത്തരാർദ്ധഗോളത്തിലും ഒരേപോലെയാണ് ദിനവും രാത്രിയുടെയും ദൈർഘ്യം ഉണ്ടാവുക. ലംബമായിട്ടല്ലേ പതിക്കുന്നത്? ഉത്തരായന രേഖയിലും ഈക്വൽ ആയിട്ടുള്ള സൺറൈസ് ആയിരിക്കും, ദക്ഷിണായന രേഖയിലും ഈക്വൽ ആയിട്ടുള്ള സൺറൈസ് ആയിരിക്കും. സൂര്യരശ്മികൾ ഒരേ അളവിൽ, തുല്യ അളവിലാണ് ഉത്തരായന രേഖ മീൻസ് ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും ലഭിക്കുന്നത്. അങ്ങനെയല്ലേ? അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടുത്തെ രാത്രിയും പകലിന്റെ ദൈർഘ്യം എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇവിടെ രാത്രിയുടെയും പകലിന്റെയും ദൈർഘ്യം എന്തായിരിക്കും? ഈ ദിനങ്ങളിൽ തുല്യമായിരിക്കും.
അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സമരാത്ര ദിനങ്ങൾ അഥവാ വിഷുവങ്ങൾ എന്നാ വിളിക്കുന്നത്. സമരാത്ര ദിനങ്ങൾ അഥവാ വിഷുവങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഒന്നും കൂടെ പറഞ്ഞു തരാം. നോക്കിയേ, നമ്മുടെ സൂര്യരശ്മി സൂര്യരശ്മികൾ ലംബമായിട്ട് ഇക്വേറ്ററിൽ വന്ന് പതിക്കുന്ന സമയമാണ് എവിടെ എന്ന് പറയുന്നത്. എപ്പോഴൊക്കെ ആയിരിക്കും? മാർച്ച് 21-നും സെപ്റ്റംബർ 23-നുമാണ് അത് സംഭവിക്കുന്നത്. അപ്പൊ നമ്മുടെ ദക്ഷിണാർദ്ധ ഗോളത്തിലും ഉത്തരാർദ്ധ ഗോളത്തിലും സൂര്യരശ്മികൾ തുല്യമായിട്ടാണ് ലഭിക്കുന്നത്. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന രാത്രിയുടെയും അതുപോലെ തന്നെ ഇവിടെ ഉണ്ടാകുന്ന പകലിന്റെയും ദൈർഘ്യം എന്തായിരിക്കും? തുല്യമായിരിക്കും. ദൈർഘ്യം എന്തായിരിക്കും? തുല്യമായിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് വിഷുവങ്ങൾ അഥവാ ഇക്വിനോക്സസ്. സമരാത്ര ദിനങ്ങൾ, വിഷുവങ്ങൾ അഥവാ ഇക്വിനോക്സസ്. ഈക്വൽ ഡേ ആൻഡ് നൈറ്റ് ആയിരിക്കും സംഭവിക്കുന്നുണ്ടാവും. ഈക്വൽ ഡേ ആൻഡ് നൈറ്റ് ആയിരിക്കും സംഭവിക്കുക. എന്തൊക്കെയാണ് ഡേറ്റ്? നമുക്ക് ഇതിൽ ആദ്യം പ്രധാനമായിട്ടും 4 ഡേറ്റ് ആണ് പഠിക്കാനുള്ളത്. മാർച്ച് 21, സെപ്റ്റംബർ 23, 6 മാസക്കാലങ്ങളുടെ ഇടയിലായിട്ടാണ് നമ്മുടെ സൂര്യൻ നേരെ ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിലാകുന്നത്. അതിന് നമ്മൾ വിളിക്കുന്നത് എന്താ? ഇക്വിനോക്സസ് അഥവാ വിഷുവങ്ങൾ അഥവാ സമരാത്ര ദിനങ്ങൾ. നമ്മുടെ ദക്ഷിണാർദ്ധഗോളത്തിലും ഉത്തരാർദ്ധഗോളത്തിലും എന്തായിരിക്കും? 2 അർദ്ധഗോളത്തിലും രാത്രിയുടെയും പകലിന്റെയും ദൈർഘ്യം തുല്യമായിരിക്കും. ഇനി മാർച്ച് 21 മുതൽ നമ്മുടെ ഭൂമധ്യരേഖയിൽ നിന്നും സൂര്യൻ എങ്ങോട്ടേക്ക് നീങ്ങും? ജൂൺ 21-ന് എവിടെ എത്തും? ഉത്തരായന രേഖയ്ക്ക് നേർമുകളിലെത്തും. ഉത്തരായന രേഖയ്ക്ക് നേർമുകളിലെത്തും. ദേ ഇവിടുന്ന് നമ്മുടെ ഭൂമി സഞ്ചാരം തുടങ്ങുകയാണ്. ഇത് നമ്മുടെ ഭൂമധ്യരേഖയിലാണ് ഇവിടെ സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം. എന്നാൽ നമ്മുടെ ഭൂമി കറങ്ങി 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 ഈ ഒരു ഭാഗം എത്തുമ്പോൾ ഭൂമിന്റെ ചെരിവ് ഇങ്ങനെയാണ് അല്ലെ. ഭൂമിയുടെ ചെരിവ് ഇങ്ങനെ ആകുമ്പോൾ ഏറ്റവും കൂടുതൽ സൂര്യരശ്മികൾ പതിക്കുന്നത് എവിടെയാ? ഏറ്റവും കൂടുതൽ സൂര്യരശ്മികൾ പതിക്കുന്നത് എവിടെയായിട്ടാണ്? ഉത്തരാർദ്ധഗോളത്തിലാണ് സൂര്യരശ്മികൾ ലംബമായി പോയി പതിക്കുന്നത്. ഉത്തരാർദ്ധഗോളത്തിലാണ് സൂര്യരശ്മികൾ പോയി പതിക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര്, ജൂൺ 21 നമ്മൾ വിളിക്കുന്ന പേര് സമ്മർ സോൾസ്റ്റൈസ് അഥവാ ഗ്രീഷ്മ അയനാന്തം എന്നാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇക്വിനോക്സ് അഥവാ സമരാത്ര ദിനം അഥവാ വിഷുവത്തിൽ നിന്നും നമ്മുടെ ഭൂമിയുടെ സഞ്ചാരം തുടങ്ങി ഉത്തരായന രേഖയ്ക്ക് നേർമുകളിലായിട്ട് നമ്മുടെ സൂര്യൻ വരുന്ന പോയിന്റ്, ഉത്തരായന രേഖയ്ക്ക് നേർമുകളിലായിട്ട് നമ്മുടെ സൂര്യൻ വരുന്ന പോയിന്റ് കണ്ടില്ലേ? ഈ പോയിന്റ് നമ്മൾ പറയുന്ന ഡേറ്റ് എപ്പോഴാണ്? ജൂൺ 21. നമ്മുടെ മാർച്ച് 21-ൽ നിന്നും 3 മാസം അങ്ങ് കൂട്ടിയാൽ മതി. 3 months അങ്ങ് കൂട്ടിയാൽ മതി. അപ്പോൾ മാർച്ച് കഴിഞ്ഞാൽ ഏതാ? ഏപ്രിൽ, മെയ്, ജൂൺ. ജൂൺ 21-ന് എവിടെ എത്തി? സൂര്യൻ ഉത്തരായന രേഖയ്ക്ക് നേർമുകളിലെത്തി. ഉത്തരാർദ്ധഗോളത്തിലാണ് സൂര്യരശ്മികൾ അപ്പൊ കൂടുതലായിട്ട് ലംബമായിട്ട് എന്ത് ചെയ്യുന്നത്? പതിക്കുന്നത്. അതിന് നമ്മൾ പറയുന്ന പേര് സമ്മർ സോൾസ്റ്റൈസ് എന്നാണ് പറയുന്നത്. സമ്മർ സോൾസ്റ്റൈസ് എന്നാണ് പറയുന്നത്. അവിടുന്ന് വീണ്ടും നമ്മുടെ സൂര്യൻ വീണ്ടും എന്ത് ചെയ്യാണ്? 3 മാസത്തോളം സഞ്ചരിച്ച് ഉത്തരായന രേഖയിൽ നിന്നും സൂര്യരശ്മികൾ പിന്നെ എങ്ങോട്ടാ? വീണ്ടും സഞ്ചരിക്കുമ്പോൾ വീണ്ടും ഭൂമധ്യരേഖയിലേക്ക് നമ്മുടെ സൂര്യരശ്മികൾ എത്തും. വീണ്ടും ഭൂമധ്യരേഖ 0 ഡിഗ്രി ഇക്വേറ്ററിന് നേരെ മുകളിലായിട്ടാണ് സൂര്യന്റെ സ്ഥാനം വരുന്നത്. അതിനെ നമ്മൾ വീണ്ടും എന്താ പറയുന്നത്? ഇക്വിനോക്സ്, സമരാത്ര ദിനം എന്നാ സെപ്റ്റംബർ 23. 3 മാസം കൂട്ടി ജൂണിൽ നിന്ന് 3 മാസം കൂട്ടി സെപ്റ്റംബർ. അപ്പൊ ടോട്ടൽ എത്രയായി? ഒരു വിഷുവത്തിൽ നിന്നും അടുത്ത വിഷുവത്തിലേക്ക് എത്താൻ 6 മാസം എടുത്തു. അങ്ങനെ മാർച്ച് 21-നും സെപ്റ്റംബർ 23-നും വിഷുവമാണ്. അങ്ങനെ ഇത് ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിലാണ് ഇപ്പൊ സൂര്യനുള്ളത്. വീണ്ടും സൂര്യൻ ചലനം തുടങ്ങുന്നു. വീണ്ടും സൂര്യനല്ല, നമ്മുടെ ഭൂമി ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഭൂമി ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചെരിവ് കാരണം ഇങ്ങനെയാണ് നമ്മുടെ ഭൂമി കിടക്കുന്നത്. ഇങ്ങനെ ഭൂമി കിടക്കുന്ന അപ്പൊ ഉത്തരാർദ്ധഗോളം അകലെയാണ്. ഏത് ഭാഗമാണ് അടുത്ത്? സൂര്യന്റെ അടുത്ത് ദക്ഷിണാർദ്ധഗോളമാണ്. ദക്ഷിണാർദ്ധഗോളത്തില് ദക്ഷിണായന രേഖയ്ക്ക് നേർ മുകളിലായിട്ടാണ് ആര് പോയി പതിക്കുന്നത്? സൂര്യരശ്മികൾ പോയി പതിക്കുന്നത് ദക്ഷിണായന രേഖയ്ക്ക് നേർമുകളിലായിട്ടാണ്. ദക്ഷിണായന രേഖയ്ക്ക് നേർമുകളിൽ പോയി പതിക്കുന്ന ഡേറ്റ് എപ്പോഴാ? സെപ്റ്റംബർ 23 കഴിഞ്ഞ ഒരു 3 മാസം കൂട്ടി നോക്കിയേ. സെപ്റ്റംബർ 23 കഴിഞ്ഞ ഒരു 3 മാസം കൂട്ടിക്കഴിഞ്ഞാൽ ഡിസംബർ 22-ഓടെ നമ്മുടെ ദക്ഷിണായന രേഖയ്ക്ക് നേർമുകളിലായിട്ട് ആര് വരുന്നു? സൂര്യരശ്മികൾ ലംബമായിട്ട് പതിക്കുന്നു. അതിന് നമ്മൾ പറയുന്ന പേരാണ് വിന്റർ സോൾസ്റ്റൈസ് എന്ന് പറയും. ശൈത്യ അയനാന്തം എന്ന് പറയും. ഓക്കെ, വിന്റർ സോൾസ്റ്റൈസ് എന്ന് പറയുന്നു. ഓക്കെ അല്ലേ?
ഇനി വീണ്ടും നമ്മുടെ ഭൂമി സഞ്ചാരം തുടരുന്നു. സഞ്ചാരം തുടർന്ന് എവിടെ എത്തുന്നു? 3 മാസം കൂട്ടിക്കേ, ഇവിടുന്ന് 3 മാസം, ഡിസംബറിൽ നിന്ന് 3 മാസം കൂട്ടിക്കഴിഞ്ഞാൽ വീണ്ടും എവിടെ എത്തി? മാർച്ച് 21 വിഷുവത്തിലേക്ക് എത്തി. അപ്പൊ മനസ്സിലായല്ലോ? അപ്പൊ ആദ്യം മാർച്ച് 21 നിന്നും 3 മാസം കൂട്ടി ജൂൺ 21 എവിടെ എത്തി? സൂര്യരശ്മികൾ നേരെ ഉത്തരായന രേഖയ്ക്ക് നേർമുകളിൽ, സമ്മർ സോൾസ്റ്റൈസ് എന്ന് പറയും, ഗ്രീഷ്മ അയനാന്തം. അത് കഴിഞ്ഞ് വീണ്ടും 3 മാസം കഴിഞ്ഞ് സെപ്റ്റംബർ 23 വീണ്ടും നമ്മുടെ സൂര്യരശ്മികൾ ലംബമായിട്ട് ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിലായിട്ട് പതിക്കുന്നു. അത് കഴിഞ്ഞ് വീണ്ടും 3 മാസം കൂട്ടിക്കഴിഞ്ഞാൽ എവിടെ എത്തി? ദക്ഷിണായന രേഖയ്ക്ക് മുകളിലായിട്ട് നമ്മുടെ സൂര്യരശ്മികൾ പതിക്കുന്നു. അതിന് നമ്മൾ വിളിക്കുന്ന പേര് വിന്റർ സോൾസ്റ്റൈസ് എന്നാണ്. വിന്റർ സോൾസ്റ്റൈസ് എന്നാണ്. വീണ്ടും എന്ത് റിപ്പീറ്റ് ചെയ്യുന്നു? വിഷുവം റിപ്പീറ്റ് ചെയ്യപ്പെടുന്നു. ഓക്കെ, ഇനി നമുക്ക് ടെക്സ്റ്റിലുള്ള കാര്യം വായിക്കാം. മാർച്ച് 21 മുതൽ ഭൂമധ്യരേഖയിൽ നിന്നും വടക്കോട്ട് അയനം ചെയ്ത് ജൂൺ 21 സൂര്യൻ ഉത്തരായന രേഖയ്ക്ക് വടക്ക്, ഉത്തരായന രേഖ എന്ന് പറയുന്നത് 23.5 വടക്ക് നേർമുകളിൽ എത്തുന്നു. ഈ ദിനത്തെ ഉത്തരാർദ്ധഗോളത്തിൽ ഗ്രീഷ്മ അയനാന്തം. ഈ ദിനത്തെ നമ്മൾ ഉത്തരാർദ്ധഗോളത്തിൽ പറയുന്ന പേരെന്താ? ഗ്രീഷ്മ അയനാന്തം എന്നാണ് പറയുന്നത്. സമ്മർ സോൾസ്റ്റൈസ് എന്നാണ് പറയുന്നത്. ഇനി ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമുള്ള പകലും ഏറ്റവും ഹ്രസ്വമായ രാത്രിയും അനുഭവപ്പെടുന്നത് ഈ ദിനത്തിലാണ്. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ സൂര്യരശ്മികൾ പതിക്കുന്നത് എവിടെയാ? ഉത്തരാർദ്ധഗോളത്തിലല്ലേ? ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും കൂടുതൽ സൂര്യരശ്മികൾ പതിക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോ പകൽ ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ളതായിരിക്കും, രാത്രി എന്തായിരിക്കും? വളരെ ഷോർട്ടുമായിരിക്കും. രാത്രി എന്തായിരിക്കും? വളരെ ഷോർട്ടുമായിരിക്കും. ഇപ്പൊ നമ്മുടെ കാലഘട്ടം പൊതുവെ ഏകദേശം ജൂൺ കാലഘട്ടമാണ് അല്ലെ? ഈ ജൂൺ കാലഘട്ടം നമുക്കറിയാം, രാത്രി 7 മണിയായാലും എന്താണ്? ഇരുട്ടാവുന്നില്ല. വളരെ പതുക്കെ ഉള്ളൂ. 7 മണി കഴിഞ്ഞിട്ടൊക്കെയാണ് എന്താവുന്നത്? ഒന്ന് ഇരുട്ടായി തുടങ്ങുന്നത് അല്ലെ? അതേപോലെ തന്നെ രാവിലെയോ നമ്മൾ 6 മണി നേരത്തെ തന്നെ നന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നല്ല വെളിച്ചൊക്കെ വെക്കുന്നുണ്ട് അല്ലെ? അപ്പൊ എന്താ? അതിന്റെ അർത്ഥം എന്തുവാ? അതായത് നമ്മുടെ പകലിന്റെ ദൈർഘ്യം കൂടുതലാണ്. ഏറ്റവും ദൈർഘ്യമുള്ള പകലും ഹ്രസ്വമായ കുറച്ച് രാത്രിയുമാണ് എവിടെ അനുഭവപ്പെടുന്നത്? നമ്മുടെ ഉത്തരാർദ്ധഗോളത്തിൽ ഈ കാലയളവിൽ ഗ്രീഷ്മ അയനാന്തത്തിൽ അനുഭവപ്പെടുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ മാർച്ച് 21 മുതൽ ഭൂമധ്യരേഖയിൽ നിന്നും വടക്കോട്ടേക്ക് അയനം ചെയ്ത് സൂര്യൻ എവിടെ എത്തുന്നു? സൂര്യനല്ല സഞ്ചരിക്കുന്നത്, ഭൂമിയാണ്. പക്ഷെ നമുക്ക് ഫീൽ ചെയ്യുന്നത് സൂര്യൻ ചലിക്കുന്നതായിട്ടാണ്. ജൂൺ 21 സൂര്യൻ ഉത്തരായന രേഖയ്ക്ക് മുകളിലെത്തുന്നു. ഈ ദിനത്തെ ഉത്തരാർദ്ധഗോളത്തിൽ ഗ്രീഷ്മ അയനാന്ത ദിനം എന്നും വിളിക്കുന്നു. ഇനി ഉത്തരാർദ്ധഗോളത്തിൽ നിന്നും ദക്ഷിണാർദ്ധ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഉത്തരാർദ്ധഗോളത്തിൽ നമുക്ക് എന്താണ് ഇവിടെ ലഭിക്കുന്നത്? ഏറ്റവും ദൈർഘ്യമുള്ള പകലും ഏറ്റവും ഹ്രസ്വമായിട്ടുള്ള രാത്രിയും അനുഭവപ്പെടുന്നത് ഈ ദിനത്തിലാണ്. ജൂൺ 21. അപ്പൊ ആ ഒരു ഡേറ്റ് അവിടെ പക്ക ഓർത്തിരിക്കണം. ജൂൺ 21, മാർച്ച് 21 3 മാസം കൂട്ടി ജൂൺ 21 ഗ്രീഷ്മ അയനാന്തം. ഗ്രീഷ്മ അയനാന്തം. ഇനി മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ എന്താ സംഭവിക്കുന്നത്? മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ നമ്മുടെ സൂര്യൻ ഉത്തരാർദ്ധഗോളത്തില് പൊതുവെ വസന്തകാലമായിരിക്കും. മാർച്ച് 21 നമ്മുടെ സൂര്യൻ ഇക്വേറ്ററിൽ നിന്നും നമ്മുടെ ഉത്തരായന രേഖയ്ക്ക് മുകളിലേക്ക് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു കാലയളവിൽ നമുക്ക് നമ്മുടെ സമ്മർ സീസൺ അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സൂര്യൻ നമ്മുടെ അടുത്തേക്ക് വരികയാണ്. നമുക്ക് ഉഷ്ണകാലം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഉത്തരാർദ്ധഗോളത്തിൽ ഉഷ്ണകാലം വരാൻ പോവാണ്. അപ്പൊ അതിന് മുന്നോടിയായിട്ട് നമുക്കുള്ള സീസൺ എന്തായിരിക്കും? ശൈത്യകാലത്തിന്റെയും വേനൽക്കാലത്തിന്റെയും മാറ്റത്തിന്റെ കാലഘട്ടമാണ്. ചെടികൾ തളിർക്കും, പുഷ്പിക്കും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ അവിടെ വസന്തകാലം അഥവാ സ്പ്രിംഗ് സീസൺ ആയിരിക്കും. വസന്തകാലം അഥവാ സ്പ്രിംഗ് സീസൺ ആയിരിക്കും എവിടെ അനുഭവപ്പെടുക? ഉത്തരാർദ്ധഗോളത്തിൽ അനുഭവപ്പെടുന്നത്. മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ ഉത്തരാർദ്ധഗോളത്തിൽ പൊതുവെ ഏത് സീസൺ ആയിരിക്കും? വസന്തകാലമായിരിക്കും അനുഭവപ്പെടുന്നത്. ശൈത്യകാലത്തിനും വേനൽക്കാലത്തിലേക്കുള്ള മാറ്റത്തിന്റെ കാലമാണ്. ഇവിടെ ചെടികൾ തളിർക്കുകയും മാവ് പൂക്കുകയും പൂക്കൾ പുഷ്പിക്കുകയും ചക്ക ഉണ്ടാകുന്നൊക്കെ കാലല്ലേ? നമ്മുടെ ആ ഒരു സീസൺ ആണ് ഏതെന്ന് പറയുന്നത്? ഇവിടെ വസന്തകാലം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഉത്തരാർദ്ധഗോളത്തിൽ വസന്തകാലമായിരിക്കുന്ന സമയത്ത് ദക്ഷിണാർദ്ധഗോളത്തിൽ എന്തായിരിക്കും? നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. സൂര്യൻ ഇപ്പോൾ ഉത്തരാർദ്ധഗോളത്തിലേക്ക് കടന്നു. ഓക്കെ, അവിടെയായിരുന്നു ഇത്രയും കാലം, ഉത്തരാർദ്ധഗോളത്തിലായിരുന്നു ഇത്രയും കാലം സൂര്യൻ ഉണ്ടായിരുന്നത്. സൂര്യൻ നേരെ ഉത്തരാർദ്ധഗോളത്തിലേക്ക് സഞ്ചരിച്ചു. അപ്പൊ ഇനി അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താ? സൂര്യൻ അവരിൽ നിന്നും 6 മാസത്തോളം കാലം അകലെയായിരിക്കും. അപ്പൊ ദക്ഷിണാർദ്ധഗോളത്തിൽ ഇനി വരാൻ പോകുന്നത് ശൈത്യകാലമാണ്. അപ്പൊ ശൈത്യകാലത്തിന് മുന്നോടിയായിട്ടുള്ള കാലം ഏതായിരുന്നു? ശൈത്യകാലത്തിന് മുന്നോടിയായിട്ടുള്ള കാലം നമ്മൾ പറഞ്ഞു
പ്രീ വിന്റർ അല്ലെങ്കിൽ ഓട്ടം സീസൺ ഹേമന്ത കാലമായിരിക്കും. ഏത് കാലമായിരിക്കും? ഹേമന്ത കാലമായിരിക്കും. അപ്പൊ നമ്മുടെ ഇവിടെ ഏത് സീസണാണോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. വസന്തകാലത്തിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഏത്? ഹേമന്ത കാലം എന്ന് പറയുന്നത്. അതേപോലെ ഇവിടെ ഗ്രീഷ്മകാലമാവുമ്പോൾ അവിടെ എന്തായിരിക്കും? ശൈത്യകാലവുമായിരിക്കും. ഇനി നമുക്ക് തിരിച്ചിവിടെ വരാം. ജൂൺ 21-ന് ഉത്തരായന രേഖയ്ക്ക് നേർ മുകളിലാണ് ആരുള്ളത്? ജൂൺ 21-ന് ഉത്തരായന രേഖയ്ക്ക് നേർ മുകളിലായിട്ടാണ് നമ്മുടെ സൂര്യൻ നിൽക്കുന്നത്. ഉത്തരായന രേഖയ്ക്ക് നേർ മുകളിലായിട്ടാണ് നമ്മുടെ സൂര്യൻ നിലനിൽക്കുന്നത്. അപ്പോ ജൂൺ 21 മുതൽ ഉത്തരായന രേഖയിൽ നിന്നും എങ്ങോട്ടേക്ക് നമ്മുടെ സൂര്യൻ വരും? തെക്കോട്ടേക്ക് അയനം ആരംഭിച്ച് സൂര്യൻ സെപ്റ്റംബർ 23-ന് വീണ്ടും ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിലെത്തും. ജൂൺ 21-ൽ നിന്നും ഉത്തരായന രേഖയിൽ നിന്നും വീണ്ടും തെക്കോട്ടേക്ക് അയനം ചെയ്ത് സൂര്യൻ എവിടെ എത്തുന്നു? നമ്മുടെ ഭൂമധ്യരേഖ ഇക്വേറ്ററിന് നേർമുകളിലെത്തുന്നു. ഈ ഒരു കാലയളവിൽ ഉത്തരാർദ്ധഗോളത്തിൽ ഏത് സീസൺ ആയിരിക്കും? വേനൽക്കാലം അഥവാ സമ്മർ സീസൺ ആയിരിക്കും. വേനൽക്കാലം അഥവാ സമ്മർ സീസൺ, ഗ്രീഷ്മകാലമായിരിക്കും. വേനൽക്കാലം അഥവാ സമ്മർ സീസൺ ആയിരിക്കും എവിടെ ഉണ്ടാവുക? ഉത്തരാർദ്ധഗോളത്തിൽ ഉണ്ടാവുക. ജൂൺ 21 മുതൽ ഏത് വരെ? സെപ്റ്റംബർ 23 വരെ നമ്മുടെ ഭൂമധ്യ രേഖയ്ക്ക് നേർമുകളിലായിരിക്കും ആരുണ്ടാവുക. ഭൂമധ്യ രേഖയിലേക്കുള്ള സഞ്ചാര പാതയിലാണ് ആരുള്ളത്? നമ്മുടെ സൂര്യനുള്ളത്. അപ്പൊ ആ സീസൺ എന്ന് പറയുന്നത് ഏത് സീസണാ? വേനൽക്കാലം ആയിരിക്കും. ഇനി സെപ്റ്റംബർ 23 മുതൽ നമ്മുടെ ഭൂമധ്യരേഖയിൽ നിന്നും തെക്കോട്ടേക്കാണ് നമ്മുടെ സൂര്യൻ ചലിക്കുന്നത്. സെപ്റ്റംബർ 23 മുതൽ ഭൂമധ്യരേഖയിൽ നിന്നും തെക്കോട്ടേക്ക് അയനം തുടരുന്ന സൂര്യൻ എപ്പോഴാണ് ദക്ഷിണായന രേഖയിലേക്ക് എത്തുന്നത്? നമ്മൾ എപ്പോഴാ പഠിച്ചേ? ഡിസംബർ 22-നാണ്. ഡിസംബർ 22-ന് ദക്ഷിണായന രേഖയ്ക്ക് നേർ മുകളിലെത്തുന്നു. 23.5 തെക്കിന് നേർ മുകളിൽ ആരെത്തുന്നു? നമ്മുടെ സൂര്യൻ എത്തുന്നു. ഡിസംബർ 22-ന് ഇക്വേറ്ററിൽ ഉണ്ടായിരുന്ന സൂര്യൻ സെപ്റ്റംബർ 23 മധ്യരേഖയിൽ നിന്നും എങ്ങോട്ടേക്ക് അയനം ആരംഭിക്കുന്നു? തെക്കോട്ടേക്ക് അയനം ആരംഭിച്ച് തുടരുന്ന സൂര്യൻ ഡിസംബർ 22-ന് ദക്ഷിണായന രേഖയ്ക്ക് നേർമുകളിലെത്തുന്നു. ഈ ദിനത്തെ നമ്മൾ ഉത്തരാർദ്ധഗോളത്തിൽ വിളിക്കുന്ന പേര് ശൈത്യ അയനാന്ത ദിനം. ശൈത്യ അയനാന്ത ദിനം അഥവാ വിന്റർ സോൾസ്റ്റൈസ് എന്നാണ് വിളിക്കുന്നത്. ഈ ദിനത്തിൽ ഉത്തരാർദ്ധഗോളത്തിൽ എങ്ങനെയായിരിക്കും? സൂര്യൻ നമ്മളിൽ നിന്നും വളരെ അകലെയാണ്. ഉത്തരാർദ്ധ ഗോളത്തിലാണ് കിടക്കുന്നത്. ഉത്തരായന രേഖയ്ക്ക് നേർമുകളിലാണ്. ഉത്തരാർദ്ധഗോളത്തിൽ നിന്നും വളരെ അകലെയാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഏറ്റവും കുറവ് പകലും ഏറ്റവും ദൈർഘ്യമുള്ള രാത്രിയുമാണ് എവിടെ അനുഭവപ്പെടുന്നത്? ഉത്തരാർദ്ധഗോളത്തിൽ അനുഭവപ്പെടുന്നത്. ഈ ദിവസത്തിൽ ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ഹ്രസ്വമായ പകലും ഏറ്റവും ദൈർഘ്യമുള്ള രാത്രിയും അനുഭവപ്പെടുന്നത് ഡിസംബർ 22-നാണ്. നമ്മളെല്ലാം കമ്പയർ ചെയ്യുന്നത് ഉത്തരാർദ്ധഗോളവും വെച്ചിട്ടാണ് അല്ലെ. ഉത്തരാർദ്ധഗോളത്തിൽ ഇതാണ്. ഉത്തരാർദ്ധഗോളത്തിൽ നമ്മൾ വിളിക്കുന്നത് ശൈത്യ അയനാന്തമാണ്. ഉത്തരാർദ്ധഗോളത്തിൽ നമ്മൾ വിളിക്കുന്നത് എന്താണ് എന്താണ് ഗ്രീഷ്മ അയനാന്തമാണ് എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. എല്ലാം നമ്മൾ കമ്പയർ ചെയ്യുന്നത് ഉത്തരാർദ്ധഗോളവുമായിട്ടാണ്. എന്തുകൊണ്ട് നമ്മളെല്ലാം ഉത്തരാർദ്ധഗോളവുമായിട്ട് കമ്പയർ ചെയ്യുന്നത്? എന്താന്ന് വെച്ചാൽ നമ്മുടെ ഭൂമിയിലുള്ള എല്ലാ കൂടുതൽ കോണ്ടിനെന്റ്സും കൂടുതൽ ജനങ്ങൾ വസിക്കുന്നതും ഏത് മേഖലയിലാണ്? ഉത്തരാർദ്ധഗോളത്തിലാണ്. ദക്ഷിണാർദ്ധഗോളത്തിൽ വളരെ കുറച്ച് ആഫ്രിക്കയുടെ താഴ്ഭാഗവും അതുപോലെ തന്നെ സൗത്ത് അമേരിക്കയുടെ താഴ്ഭാഗം അങ്ങനെ ഓസ്ട്രേലിയ അങ്ങനെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് എവിടെ വരുന്നത്? നമ്മുടെ ദക്ഷിണാർദ്ധഗോളത്തിൽ വരുന്നത്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ നമ്മൾ നോർത്തേൺ ഹെമിസ്ഫിയർ ആയിട്ട് കമ്പയർ ചെയ്തിട്ടെല്ലാം പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഏറ്റവും പ്രാധാന്യം, ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്നത്, ഏറ്റവും കൂടുതൽ വൻകരകൾ ഉള്ളത് എവിടെയാണ്? ഉത്തരാർദ്ധഗോളത്തിലായതുകൊണ്ടാണ് നമ്മളെല്ലാം ഉത്തരാർദ്ധഗോളവുമായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതെല്ലാം ഒന്ന് ഷോർട്ട് ആക്കി പറയാം. ഇതെല്ലാം ഒന്ന് ഷോർട്ട് ആക്കിയിട്ട് പറയാം. ഓക്കെ, അതാണ് ഈ ഒരു ടേബിൾ എന്ന് പറയുന്നത്. ഇതിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം സെറ്റ് ആവും. എല്ലാം നിങ്ങൾക്ക് കുഴഞ്ഞിരിക്കുകയായിരിക്കും. നമുക്ക് എല്ലാം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. മാർച്ച് 21-നും സെപ്റ്റംബർ 23-നുമാണ് ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിൽ നമ്മുടെ സൂര്യരശ്മികൾ പതിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം റെഫറൻസിന് മാർച്ച് 21 ഇരിക്കും. നിങ്ങൾ ഒരു ഡേറ്റ് പഠിക്ക്. മാർച്ച് 21. മാർച്ച് 21-ന് ഇക്വേറ്ററിന് നേർമുകളിലാണ് സൂര്യൻ കിടക്കുന്നത്. ഇക്വേറ്ററിന് നേർമുകളിലാണ് നമ്മുടെ സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം എന്ന് പറയുന്നത്. മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ, മാർച്ച് 21-ൽ നിന്നും നമ്മുടെ മാർച്ച് 21 ഇത് നമ്മുടെ ഭൂമധ്യരേഖയാണ്, ഇക്വേറ്റർ. ഇത് നമ്മുടെ ഇക്വേറ്റർ, 0 ഡിഗ്രി ഇക്വേറ്റർ ആണ്. ഇനി ഇത്
23.5 വടക്ക് ഉത്തരായന രേഖ. ഇത് 23.5 തെക്ക് ദക്ഷിണായന രേഖ. അപ്പോ നമ്മുടെ സൂര്യൻ മാർച്ച് 21 എവിടെയാണ്? സൂര്യൻ കിടക്കുന്നത് ദേ ഇവിടെയാണ്. സൂര്യൻ മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ എങ്ങോട്ടേക്കുള്ള ട്രാവലിംഗിലാണ്? ഉത്തരായന രേഖയിൽ ഭൂമധ്യ രേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്കുള്ള ട്രാവലിംഗിലാണ് ആര് കിടക്കുന്നത്? നമ്മുടെ സൂര്യൻ മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ. ഓക്കെ, അപ്പോ നമ്മുടെ ഉത്തരാർദ്ധഗോളത്തിൽ എന്തായിരിക്കും? ഉത്തരാർദ്ധഗോളത്തിൽ ഏത് സീസൺ ആയിരിക്കും? നമുക്ക് അപ്പൊ സൂര്യനെ കിട്ടിയിട്ടുള്ളൂ. അത്രയും കാലം ദക്ഷിണാർദ്ധഗോളത്തിലായിരുന്ന സൂര്യനെ നമുക്ക് ഉത്തരാർദ്ധഗോളത്തിലുള്ള ജനങ്ങൾക്ക് അപ്പൊ ലഭിച്ചിട്ടുള്ളൂ. അപ്പൊ ഇവിടുത്തെ മരങ്ങളെല്ലാം സന്തോഷം കൊണ്ട് എന്ത് ചെയ്യാണ്? സൂര്യനെ നമുക്ക് ലഭിക്കാൻ പോവുകയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? പുഷ്പിക്കാം, നമുക്ക് ഫലങ്ങൾ വർഷിക്കാം ഒക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ചക്ക ഉണ്ടാവും, അതുപോലെ തന്നെ പൂക്കൾ വർഷിക്കും, ഇലകൾ ഉണ്ടാകും, ഒക്കെ എല്ലാം സന്തോഷത്തോടെ മരങ്ങളെല്ലാം ഉണ്ടാകുന്ന സമയമാണ് സ്പ്രിംഗ് സീസൺ, വസന്തകാലം. ഉത്തരാർദ്ധഗോളത്തിൽ വസന്തകാലമാണ്. ഉത്തരാർദ്ധഗോളത്തിൽ ഏത് സീസണാണോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എവിടെ ഉണ്ടാവുക? ദക്ഷിണാർദ്ധഗോളത്തിൽ ഉണ്ടാവുക. ഇനി അവർക്ക് എന്താണ്? കുറച്ച് 6 മാസ കാലയളവിൽ ദക്ഷിണാർദ്ധഗോളത്തിൽ സദേൺ ഹെമിസ്ഫിയർ എന്ത് ലഭിക്കില്ല? നമ്മുടെ സൂര്യനെ ലഭിക്കാൻ പോകുന്നില്ല. സൂര്യരശ്മികൾ അവിടെ ചെരിഞ്ഞിട്ടാ പതിക്കാൻ പോകുന്നത്, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ എന്തായിരിക്കും? ശൈത്യകാലത്തിന് മുന്നോടിയായിട്ടുള്ള കാലം, ഇലകളെല്ലാം കൊഴിക്കുന്ന ഒരു മരങ്ങളെല്ലാം ഇല പൊഴിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതാണ് ഹേമന്ത കാലഘട്ടം. അപ്പൊ വസന്തകാലത്തിന് നേരെ ഓപ്പോസിറ്റ് കാലഘട്ടമായിരിക്കും എവിടെ ഉണ്ടാവുക? ദക്ഷിണാർദ്ധ ഗോളത്തിൽ ഉണ്ടാവുക. ഇനി അടുത്തത് ജൂൺ 21 എവിടെ എത്തി നമ്മുടെ സൂര്യൻ? ഉത്തരായന രേഖയ്ക്ക് നേരെ മുകളിലെത്തി. അപ്പൊ ഈ സമയത്ത് നമ്മുടെ ഉത്തരായന രേഖയിൽ ഉത്തരാർദ്ധ ഗോളത്തില് ദൈർഘ്യമേറിയ പകലും കുറഞ്ഞ രാത്രിയുമായിരിക്കും അനുഭവപ്പെടുന്നത്. ദൈർഘ്യമേറിയ ലോങ്സ്റ്റ് ഡേയും ഷോർട്ടസ്റ്റ് നൈറ്റുമായിരിക്കും എപ്പോഴുണ്ടാവുക? ജൂൺ 21 ഉണ്ടാവുക. അപ്പൊ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അതിന് നമ്മൾ പറയുന്ന അയനം ഏതാണ്? ഗ്രീഷ്മ അയനാന്തമാണ് ജൂൺ 21 സംഭവിക്കുന്നത്. ഉത്തരാർദ്ധഗോളത്തിൽ ഗ്രീഷ്മ അയനാന്തമാണ്. ഇനി ജൂൺ 21 ശേഷം ജൂൺ 21 മുതൽ സെപ്റ്റംബർ 23 വരെ സൂര്യൻ തിരിച്ചുള്ള യാത്രയിലാണ്. ഉത്തരായന രേഖയിൽ നിന്നും വീണ്ടും ഭൂമധ്യ രേഖയിലേക്കുള്ള ചലനത്തിലാണ് ആര് പോകുന്നത്? നമ്മുടെ സൂര്യൻ പോകുന്നത്. അപ്പൊ സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം വീണ്ടും എവിടെ എത്തി? ഭൂമധ്യരേഖയ്ക്ക് നേർ മുകളിലെത്തി. എന്ന് സെപ്റ്റംബർ 23 വീണ്ടും എവിടെ എത്തി? ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിലെത്തി. അപ്പോ 6 മാസക്കാലത്തോളം നമുക്ക് എന്ത് ലഭിച്ചു? സൂര്യരശ്മികൾ ലഭിച്ചു. നമുക്ക് അപ്പൊ ഇവിടെ എന്ത് സീസൺ ആയിരിക്കും? ജൂൺ 21 മുതൽ സെപ്റ്റംബർ 23 വരെ നമുക്ക് ഇഷ്ടം പോലെ സൂര്യരശ്മികൾ നമുക്ക് ലഭിച്ചു. അപ്പൊ ഇവിടെ സമ്മർ സീസൺ ആണ്, ഗ്രീഷ്മകാലമാണ്. സമ്മർ സീസൺ അഥവാ ഗ്രീഷ്മകാലമാണ് ഉത്തരാർദ്ധഗോളത്തിൽ. അപ്പൊ 6 മാസത്തോളം നമ്മുടെ സൂര്യന് ആർക്ക് ലഭിച്ചിട്ടില്ല? സദേൺ ഹെമിസ്ഫിയറിന് സ്ട്രെയിറ്റ് ആയിട്ട് ലംബമായിട്ട് ലഭിച്ചിട്ടില്ല. അപ്പൊ അവിടെ ഗ്രീഷ്മകാലത്തിന് നേരെ ഓപ്പോസിറ്റ് സീസൺ ഏതായിരിക്കും? സമ്മർ ആണെങ്കിൽ ഇപ്പുറത്ത് വിന്റർ. ദക്ഷിണാർദ്ധഗോളത്തിൽ എന്തായിരിക്കും? ശൈത്യകാലമായിരിക്കും എവിടെ അനുഭവപ്പെടുന്നത്? ദക്ഷിണാർദ്ധഗോളത്തിൽ അനുഭവപ്പെടുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്തതിലേക്ക് വരാം. സെപ്റ്റംബർ 23 നിന്നും ഡിസംബർ 22 സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ നമ്മുടെ ഭൂമധ്യ രേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്കുള്ള യാത്രയിലാണ് ആര് പോകുന്നത്? സൂര്യൻ പോകുന്നത്. സെപ്റ്റംബർ 23 ഭൂമധ്യ രേഖയിൽ നിന്നും ഡിസംബർ 22 എവിടെ എത്തുന്നു? ദക്ഷിണായന രേഖ 23.5 തെക്കിലേക്ക് നമ്മുടെ സൂര്യൻ എത്തുകയാണ്, അല്ലെ? അപ്പൊ സൂര്യൻ എത്തുന്ന ആ ഒരു കാലയളവ്, അതായത് നമ്മുടെ ഭൂമധ്യ രേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്ക് എത്തുന്ന ആ ഒരു കാലയളവിൽ നമ്മുടെ ഉത്തരാർദ്ധഗോളത്തിൽ എന്താണ്? ഇനി വിന്റർ വരാൻ പോവുകയാണ്. സൂര്യൻ ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് പോയി കഴിഞ്ഞു, നമുക്കിനി വിന്റർ വരാൻ പോവുകയാണ്. വിന്ററിന് മുന്നോടിയായിട്ടുള്ള മുന്നൊരുക്കമാണ് ഇനി. അപ്പൊ ഇവിടെ എന്തായിരിക്കും? ഹേമന്തകാലമായിരിക്കും. വിന്ററിന് മുന്നോടിയായിട്ടുള്ള കാലഘട്ടം ഹേമന്തകാലമാണ് അടുത്തത് അനുഭവപ്പെടുന്നത്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എവിടെ അനുഭവപ്പെടുന്നത്? നമ്മുടെ ദക്ഷിണാർദ്ധഗോളത്തിൽ അനുഭവപ്പെടുന്നത് വസന്തകാലമായിരിക്കും. ദക്ഷിണാർദ്ധഗോളത്തിൽ അനുഭവപ്പെടുന്നത് ഏത് സീസൺ ആയിരിക്കും? അതിന് ഹേമന്തകാലത്തിന് നേരെ ഓപ്പോസിറ്റ് ദക്ഷിണാർദ്ധഗോളത്തിൽ സൂര്യനെ ലഭിച്ചു. ഇനി അടുത്തത് അവർക്ക് ഗ്രീഷ്മകാലമാണ് വരാൻ പോകുന്നത്. അപ്പൊ അവിടെ ചെടികളെല്ലാം പൂത്തു എന്താണ് ഒക്കെ ഉണ്ടാവാൻ തുടങ്ങിയത്. അപ്പൊ അത് വസന്തകാലമാണ്. സ്പ്രിംഗ് സീസൺ ആണ് എവിടെയുള്ളത്? സ്പ്രിംഗ് ആണ് ദക്ഷിണാർദ്ധഗോളത്തിലുള്ളത്. അപ്പോ
ഡിസംബർ 22-ന് ഇവിടെ എന്തായിരിക്കും? ഇവിടെയായിരിക്കും ലോങ്ങസ്റ്റ് ഡേ, ഷോർട്ടസ്റ്റ് നൈറ്റ്. അപ്പൊ നമ്മുടെ ഉത്തരാർദ്ധഗോളത്തിൽ എന്തായിരിക്കും? സൂര്യൻ ദേ ഡിസംബർ 22-ന് ഇതിന് നേർമുകളിൽ ആയിരിക്കുമ്പോൾ, ദക്ഷിണായന രേഖയ്ക്ക് നേർമുകളിലായിരിക്കുന്ന സമയത്ത് ഉത്തരാർദ്ധഗോളത്തിൽ എങ്ങനെയായിരിക്കും? ഷോർട്ടസ്റ്റ് ഡേ, ദൈർഘ്യം കുറഞ്ഞ പകലും ലോങ്ങസ്റ്റ് നൈറ്റുമായിരിക്കും. എപ്പോ? ഡിസംബർ 22-ന്. ഡിസംബർ 22-ന്. അപ്പൊ അങ്ങനെ നമ്മൾ വിളിക്കുന്നത് ഉത്തരാർദ്ധഗോളത്തിൽ ഡിസംബർ 22-ൽ സൂര്യൻ ദക്ഷിണായന രേഖയ്ക്ക് നേർമുകളിൽ വിളിക്കുമ്പോൾ നമ്മൾ വിളിക്കുന്നത് എന്ത് പേരാ? എന്തായനം എന്ന? ശൈത്യ അയനാന്തം അഥവാ വിന്റർ സോൾസ്റ്റൈസ് എന്നാണ് വിളിക്കുന്നത്. ശൈത്യ അയനാന്തം അഥവാ വിന്റർ സോൾസ്റ്റൈസ് എന്നാണ് ഡിസംബർ 22-നെ നമ്മൾ വിളിക്കുന്നത്. വീണ്ടും നമ്മുടെ സൂര്യൻ എന്ത് ചെയ്യുന്നു? ഡിസംബർ 22-ൽ നിന്നും മാർച്ച് 21-ലേക്ക് സൂര്യൻ വീണ്ടും ദക്ഷിണായന രേഖയിൽ നിന്നും നമ്മുടെ ഭൂമധ്യ രേഖയിലേക്കുള്ള യാത്രയിലാണ്. ദക്ഷിണായന രേഖയിൽ നിന്നും ഭൂമധ്യ രേഖയിലേക്കുള്ള യാത്രയിലാണ് നമ്മുടെ സൂര്യൻ. അപ്പൊ അതിനെ നമ്മൾ വിളിക്കുന്നത്, നമ്മുടെ നോക്കിയേ, ഭൂമധ്യ രേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിൽ നിന്നും ഭൂമധ്യ രേഖയിലേക്കുള്ള യാത്രയിലാണ് ഡിസംബർ 22 മുതൽ മാർച്ച് 21 വരെ. മാർച്ച് 21-ന് വീണ്ടും ഭൂമധ്യ രേഖയ്ക്ക് നേർമുകളിൽ ആരെത്തുന്നു? സൂര്യൻ എത്തുന്നു. അപ്പൊ നമ്മുടെ ഉത്തരാർദ്ധഗോളത്തിൽ 6 മാസത്തോളം അകലെയായിരുന്ന സൂര്യൻ എവിടെയായിരുന്നു? സദേൺ ഹെമിസ്ഫിയറിലായിരുന്നു. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കാലമായിരിക്കും? ശൈത്യകാലമായിരിക്കും മക്കളെ. ശൈത്യകാലമായിരിക്കും ഉത്തരാർദ്ധഗോളത്തിൽ അനുഭവപ്പെടുന്ന നേരെ ഓപ്പോസിറ്റ്. അത്രയും കാലം സൂര്യന് കിട്ടിയ അവർക്ക് എന്തായിരിക്കും? ഗ്രീഷ്മകാലമായിരിക്കും, സമ്മർ സീസൺ ആയിരിക്കും. ഇപ്പൊ കോൺട്രഡിക്ടറി ആണെന്ന് ആലോചിച്ചാൽ മതി. ഉത്തരാർദ്ധഗോളത്തിൽ ഏത് സീസൺ ആണോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എവിടെ ഉണ്ടാവുക? ദക്ഷിണാർദ്ധഗോളത്തിൽ ഉണ്ടാവുക. ഈ 4 ഡേറ്റുകളും പഠിച്ചു വെക്കാം. മാർച്ച് 21, സെപ്റ്റംബർ 23 ഇക്വേറ്ററിന് നേർമുകളിൽ, മാർച്ച് 21-ൽ നിന്നും ജൂൺ 21-ലേക്ക് ഉത്തരായന രേഖയ്ക്ക് നേർമുകളില്, പിന്നെ സെപ്റ്റംബർ 23-ലേക്ക് വീണ്ടും എവിടെ എത്തുന്നു? ഭൂമധ്യ രേഖയിലേക്ക് എത്തുന്നു. വീണ്ടും സെപ്റ്റംബർ 23-ൽ നിന്നും ഡിസംബർ 22-ല് ദക്ഷിണായന രേഖയ്ക്ക് നേർമുകളിൽ എത്തുന്നു. പിന്നെ വീണ്ടും എന്ത് ചെയ്യുന്നു? ഭൂമധ്യ രേഖയിലേക്ക്. ഇതിങ്ങനെ സൈക്ലിക് ആയിട്ട് പോകും തോറും ഈ ഒരു കാലാവസ്ഥകൾ, നമ്മുടെ ഭൂമിയിൽ ഉണ്ടാകുന്ന ഋതുക്കൾ എന്ത് ചെയ്യുന്നുണ്ട്? മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കോൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത ഇതിലേക്ക് വരാം. ഇനി ഇന്ത്യയിൽ നമ്മൾ പ്രധാനമായിട്ട് ഈ 4 സീസൺസ് ആണ് നമുക്കുള്ളത്. ഇനി ഇന്ത്യയിൽ പൊതുവെ ഋതുക്കളെ 4ആയിട്ട് തിരിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യയിലെ അന്തരീക്ഷ സ്ഥിതിയെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ 6 സീസൺസ് ഉള്ളതായിട്ടാണ് കണക്കാക്കുന്നത്. വ്യത്യസ്ത 6 ഋതുക്കൾ ഉള്ളതായിട്ടാണ് നമ്മുടെ പരമ്പരാഗത കൃഷിക്കാരെല്ലാം, ഇവിടുത്തെ കർഷകരെല്ലാം കണക്കാക്കിയത്. എത്ര സീസൺസ് ഉണ്ടെന്നാണ്? 6 വ്യത്യസ്ത ഋതുക്കളാണ് ഇന്ത്യയിൽ ഉള്ളതായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ, ഇതിൽ നോക്കിയേ, ഏതൊക്കെയാണ് ആ 6 സീസൺസ് എന്ന് നോക്കിയേ. 1 വസന്തകാലം, 1 വസന്തകാലം, 2 ഗ്രീഷ്മകാലം, 3 വർഷകാലം, 4 ശരത്കാലം, 5 ഹേമന്തകാലം, 6 ശിശിരകാലം. അപ്പൊ 1 വസന്തകാലം, സ്പ്രിംഗ് സീസൺ ആണ്. മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായിട്ട് ഇന്ത്യയിൽ അനുഭവപ്പെടുന്നത് എന്താ? സ്പ്രിംഗ് സീസൺ ആണ്. ഇനി ഗ്രീഷ്മകാലം, മെയ് ജൂൺ മാസങ്ങളായിട്ട് അനുഭവപ്പെടുന്നത് എന്താ? സമ്മർ സീസൺ. ഗ്രീഷ്മകാലമാണ് മെയ് ജൂൺ, 2 മാസം മാത്രമാണ്. മാർച്ച് ഏപ്രിൽ വസന്തകാലം, മെയ് ജൂൺ ഗ്രീഷ്മകാലം. പിന്നെ ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ എന്താ? വർഷകാലം. വർഷകാലം പറഞ്ഞാൽ മഴക്കാലം. വർഷകാലമാണ് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളായിട്ട്. ഇനി ശരത്കാലം, സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിട്ട് ശരത്കാലം. ഓട്ടം സീസൺ എന്ന് പറയും, നമ്മുടെ ഇലകളെല്ലാം കൊഴിയുന്ന പ്രീ വിന്റർ സീസൺ തന്നെയാണ്. അതേപോലെ തന്നെ ഹേമന്തകാലവും അത് തന്നെയാണ്, ഒരു പ്രീ വിന്റർ സീസൺ ആണ് ഈ ശരത്കാലവും ഹേമന്തകാലവും. സെപ്റ്റംബർ ഒക്ടോബർ ശരത്കാലം, ഹേമന്തകാലം ഇതേപോലെ തന്നെ നവംബർ ഡിസംബറിലാണ്. ശരത്കാലവും ഹേമന്തകാലം ഏകദേശം ഒരേപോലെ തന്നെയാണ്. പ്രീ വിന്റർ സീസൺ ആണ്, ഇലകളെല്ലാം കൊഴിഞ്ഞ് നമ്മൾ വിന്ററിനെ വരവേൽക്കുന്ന ഒരു സീസണാണ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ. അപ്പൊ ശരത്കാലം സെപ്റ്റംബർ ഒക്ടോബറിലും നവംബർ ഡിസംബറിലും ഹേമന്തകാലവുമാണ്. പിന്നെ ഏറ്റവും ജനുവരി ഫെബ്രുവരിയിലായിട്ടോ ശിശിരകാലം, നമ്മുടെ ശൈത്യകാലമാണ് ശിശിരകാലം എന്ന് പറയുന്നത് ജനുവരി ഫെബ്രുവരി. അപ്പൊ നിങ്ങൾ ഈ ജനുവരി ഫെബ്രുവരി എന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ജനുവരി ഫെബ്രുവരി നിങ്ങൾ പഠിച്ചു നോക്കിയേ. ജനുവരി ഫെബ്രുവരിയിൽ ശിശിരകാലം, പിന്നെ ഫെബ്രുവരി കഴിഞ്ഞാൽ മാർച്ച് ഏപ്രിൽ മാസത്തിൽ വസന്തകാലം, പിന്നെ ഏപ്രിൽ കഴിഞ്ഞാൽ മെയ് ജൂൺ ഗ്രീഷ്മകാലം, ജൂൺ കഴിഞ്ഞാൽ ജൂലൈ ഓഗസ്റ്റ് വർഷകാലം, പിന്നെ ഓഗസ്റ്റ് കഴിഞ്ഞാൽ സെപ്റ്റംബർ ഒക്ടോബർ ശരത്കാലം,
പിന്നെ അത് കഴിഞ്ഞാൽ ഒക്ടോബർ കഴിഞ്ഞാൽ നവംബർ, ഡിസംബർ ഹേമന്തകാലം. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒരു ഓർഡർ കിട്ടാൻ ഞാൻ നിങ്ങൾക്ക് ഒരു കോഡ് പറഞ്ഞുതരാം. ശിവഗ്രി വശഹേ, ശിവഗ്രി വശഹേ. ഷി ഇതേതാ? ജനുവരി, ഫെബ്രുവരി. ജനുവരി ആൻഡ് ഫെബ്രുവരി ഏതാ? ജനുവരി, ഫെബ്രുവരി ശിശിരകാലം. ജനുവരി, ഫെബ്രുവരി എന്താണ്? ശിശിരകാലം. ഇനി മാർച്ച്, ഏപ്രിൽ എന്താ? വസന്തകാലം. മാർച്ച്, ഏപ്രിൽ. മാർച്ച് ആൻഡ് ഏപ്രിൽ ഏതാ? വസന്തകാലം. പിന്നെ ഗ്രീ എന്ന് പറഞ്ഞാൽ ഏത് സീസണാ? ഗ്രീഷ്മകാലം. ഗ്രീഷ്മകാലം എപ്പോഴാ? മെയ് ആൻഡ് ജൂൺ. മെയ് ആൻഡ് ജൂൺ ഏത് സീസണാണ്? മെയ് ആൻഡ് ജൂൺ ഗ്രീഷ്മകാലം. ഗ്രീഷ്മകാലം. ഗ്രീഷ്മകാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത കാലം എന്താ? ഗ്രീഷ്മകാലം കഴിഞ്ഞാൽ വർഷകാലം. വർഷകാലം ജൂലൈ, ഓഗസ്റ്റ്. ജൂലൈ ആൻഡ് ഓഗസ്റ്റ് വർഷകാലം. പിന്നെന്തുവാ? ശരത്കാലം. ശരത്കാലം സെപ്റ്റംബർ ആൻഡ് ഒക്ടോബർ. സെപ്റ്റംബർ ആൻഡ് ഒക്ടോബർ ശരത്കാലം. പിന്നെ ഹേമന്തകാലം നമ്മുടെ നവംബർ ആൻഡ് ഡിസംബർ. അപ്പൊ ശിവഗ്രി വശഹേ എന്ന് പഠിച്ചാൽ മതി. അപ്പൊ ജനുവരി തൊട്ട് 2 മാസം ഓർഡറിൽ അങ്ങ് കൂട്ടിയാൽ നിങ്ങൾക്ക് കിട്ടും. ജനുവരി ശിവഗ്രി. ശിവഗിരി എന്ന് പറയുമ്പോൾ ശിശിരകാലം, വസന്തകാലം, ഗ്രീഷ്മകാലം, പിന്നെ വശഹേ വർഷകാലം, ശരത്കാലം, ഹേമന്തകാലം. കിട്ടൂലേ? അപ്പൊ ഈ കോഡ് വെച്ചത് ചോദിച്ച എന്താണ് ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ പഠിച്ചു വെച്ചേക്കുക. പാരമ്പര്യ ഋതുക്കൾ ഇന്ത്യയിൽ എത്രണ്ണമാണ്? 6 എണ്ണമാണ്. വസന്തം, ഗ്രീഷ്മം, വർഷം, പിന്നെ ശരത്കാലം, ഹേമന്തകാലം, ശിശിരകാലം. സെറ്റല്ലേ മക്കളെ? ഓക്കെ, ഇനി അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് വരാം. ഇനി ഉത്തരായനവും ദക്ഷിണായനവും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. ടെക്സ്റ്റിലൊന്ന് പറയാം. സൂര്യന്റെ അയനവും അതിനനുസൃതമായിട്ട് ഇരു അർദ്ധഗോളങ്ങളുമായിട്ടുള്ള ഋതുക്കളുടെ ആവർത്തന ക്രമവും നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞു. ശൈത്യ അയനാന്ത ദിനത്തെ തുടർന്ന് സൂര്യൻ ദക്ഷിണായന രേഖയിൽ നിന്നും ഉത്തരായന രേഖയിൽ അയനം ആരംഭിക്കുകയും ജൂൺ 21 ഉത്തരായന രേഖയ്ക്ക് നേർമുകളിൽ എത്തുകയും ചെയ്യുന്നു. ദക്ഷിണായന രേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്കുള്ള സൂര്യന്റെ അയനത്തെ നമ്മൾ വിളിക്കുന്ന പേര് ഉത്തരായനം എന്നാണ്. എന്താ വിളിക്കുന്നത്? നമ്മുടെ ഭൂമധ്യരേഖയിൽ നിന്നും ഇക്വേറ്ററിൽ നിന്നും നമ്മുടെ ഉത്തരാർദ്ധ ഗോളത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഉത്തരായന രേഖയ്ക്ക് 23.5 ഡിഗ്രി നോർത്തിലേക്കുള്ള ആ ഒരു യാത്ര അല്ലേ നമ്മളിപ്പോ ഇവിടെ പറഞ്ഞില്ലേ? നമ്മുടെ ഭൂമധ്യരേഖയിൽ നിന്നും നമ്മുടെ സൂര്യൻ എങ്ങോട്ടേക്ക് ചലിക്കുന്നു? നമ്മുടെ 23.5 ഡിഗ്രി നോർത്തിലോട്ട് ആ ഒരു ട്രാൻസിഷൻ നമ്മൾ ഈ ഒരു യാത്ര നമ്മൾ പറയുന്നത് ഉത്തരായനം. ഉത്തരായന രേഖയിലേക്കുള്ള യാത്ര. ഉത്തരായന രേഖയിലേക്കുള്ള യാത്ര നമ്മൾ എന്താ പറയുന്നത്? ഉത്തരായനം എന്നാ പറയുന്നത്. അതേപോലെ തന്നെ നേരെ തിരിച്ചും ഉത്തരായനമാണ് നമ്മുടെ ഭൂമധ്യരേഖയിൽ നിന്നും നമ്മുടെ സൂര്യൻ എങ്ങോട്ടേക്ക് പോകുന്നത്? ഉത്തരായന രേഖയിലേക്കുള്ള യാത്രയിൽ നമ്മൾ പറയുന്ന പേരാണ് ആയനമാണ് ഉത്തരായനം എന്ന് വിളിക്കുന്നത്. ഉത്തരായന കാലത്ത് ഉത്തരാർദ്ധ കാലത്തിൽ നമ്മുടെ പകലിന്റെ ദൈർഘ്യം എന്തായിരിക്കും? ക്രമേണ ക്രമേണ കൂടി കൂടി വരും. ഏറ്റവും കൂടുതലായിട്ട് ഇരിക്കുന്ന സമയം എപ്പോഴായിരുന്നു? ജൂൺ 21 എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഗ്രീഷ്മ അയനാന്തത്തെ തുടർന്ന് ഉത്തരായന രേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്കുള്ള അയനം ആരംഭിക്കുകയാണ്. ഡിസംബർ 22 എവിടെ എത്തും? ദക്ഷിണായന രേഖയ്ക്ക് നേർമുകളിലേക്ക് എത്തുകയും ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ഉത്തരായന രേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്കുള്ള സൂര്യന്റെ അയനത്തെ നമ്മൾ വിളിക്കുന്നത് ദക്ഷിണായനം. ദക്ഷിണ രേഖയിലേക്കുള്ള യാത്ര ദക്ഷിണായനം എന്ന് വിളിക്കുന്നു. അപ്പൊ ഉത്തരായനം, ദക്ഷിണായനം. ഉത്തരായനം എന്ന് പറഞ്ഞാൽ ഭൂമധ്യരേഖയിൽ നിന്നും നമ്മുടെ ഉത്തരായന രേഖയിലേക്കുള്ള 23.5 ഡിഗ്രി വടക്കിലേക്കുള്ള യാത്രയാണ് ഉത്തരായനം എന്ന് നമ്മൾ വിളിക്കുന്നത്. നേരെ തിരിച്ച് നമ്മുടെ ഉത്തരായന രേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്കുള്ള സൂര്യന്റെ അയനത്തെ നമ്മൾ വിളിക്കുന്നത് ദക്ഷിണായനം എന്നുമാണ്. സെറ്റ് അല്ലേ? അപ്പൊ ദക്ഷിണായന രേഖയിൽ ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ ഉത്തരാർദ്ധഗോളത്തില് ദൈർഘ്യം കൂടിയ രാത്രിയും ദൈർഘ്യം കുറഞ്ഞ പകലുമായിരിക്കും ഉണ്ടാവുക. അപ്പോ ഇനി അടുത്തത് മാർച്ച് മുതൽ സെപ്റ്റംബർ വരെയുള്ള 6 മാസക്കാലം. മാർച്ച് മുതൽ സെപ്റ്റംബർ വരെയുള്ള 6 മാസക്കാലം സൂര്യൻ ഉത്തരാർദ്ധഗോളത്തിലായിരിക്കുന്നതിനാൽ ഈ കാലയളവിൽ ഉത്തര ധ്രുവ പ്രദേശങ്ങളിൽ 6 മാസം തുടർച്ചയായി പകലായിരിക്കും. സെപ്റ്റംബർ മുതൽ മാർച്ച് വരെ നീളുന്ന 6 മാസക്കാലം സൂര്യൻ ദക്ഷിണാർദ്ധഗോളത്തിലായതിനാൽ ഉത്തരധ്രുവ പ്രദേശങ്ങളിൽ 6 മാസം തുടർച്ചയായി രാത്രിയുമായിരിക്കും. ഇത് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു നേരത്തെ ആ ഒരു പിക്കില്. ഓക്കെ, ഇവിടെ കണ്ടോ?
സൂര്യൻ ഉത്തരായന രേഖയിലായിരിക്കുന്ന സമയം, അതായത് ഇവിടെ ഈ ഒരു രേഖയാണ്. ഉത്തരായന രേഖയ്ക്ക് നേർ മുകളിലായിട്ടാണ് സൂര്യരശ്മികൾ ലംബമായിട്ട് പതിക്കുന്നത്. ഉത്തരായന രേഖയ്ക്ക് നേർ മുകളിലായിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ സൂര്യരശ്മികൾ ഇവിടെ നോക്കിയേ. ഈ ഒരു ഭാഗം നോക്കിയേ. ഭൂമി കറങ്ങുകയാണെങ്കിലും, ഭൂമി കറങ്ങുമ്പോൾ ഒരു വശത്ത് രാത്രിയും ഒരു വശത്ത് പകലുമായിരിക്കും. അത് നമുക്കറിയാം. ഭൂമി കറങ്ങുകയാണെങ്കിലും ഈ വശത്ത് ഇത് വളരെ കുറഞ്ഞ ഭാഗേ ഉള്ളൂ ല്ലേ? ഈ വശം എപ്പോഴും സൂര്യന് അഭിമുഖം തന്നെ ആയിരിക്കില്ലേ? സൂര്യന് അഭിമുഖം തന്നെയായിരിക്കും. സൂര്യന്റെ ഒരു റിഫ്ലക്ഷൻ എപ്പോഴും 6 മാസ കാലയളവും ഉത്തരായന രേഖയ്ക്ക് നേർ മുകളില് ഈ സൂര്യൻ ഈ ഉത്തരായന കാലത്തിലായിരിക്കുമ്പോൾ 6 മാസവും എവിടെ പകലായിരിക്കും? ദേ ഇവിടെ പകലായിരിക്കും. ഈ നോർത്തേൺ പോളിൽ എന്തായിരിക്കും? ഈ ഒരു ഭാഗത്ത് പകലായിരിക്കും. ഈ ഒരു ഭാഗത്ത് നമുക്ക് 6 മാസ കാലയളവിലും പകലായിരിക്കും. രാത്രി ഉണ്ടാവുകയില്ല. ഇനി നേരെ തിരിച്ച് ഇവിടെ നോക്കിയേ. ഈ സമയത്ത് ഉത്തരായന രേഖയിലാവുന്ന സമയത്ത് ഇവിടുത്തെ സൂര്യൻ എവിടെയാണ്? ഇവിടെ സൂര്യരശ്മികൾ ഒട്ടും പതിക്കുന്നില്ല. ഒട്ടും തന്നെ എവിടെ പതിക്കുന്നില്ല? ദക്ഷിണാർദ്ധ ഗോളത്തിലുള്ള സൗത്ത് പോളിന്റെ അവിടെ, ദക്ഷിണ ധ്രുവത്തിന്റെ അവിടെ ഒട്ടും സൂര്യപ്രകാശം നമുക്ക് ലഭിക്കുന്നില്ല. അപ്പൊ ഈ മേഖലയിൽ എന്തായിരിക്കും? എന്തായിരിക്കും? ഫുൾ ഇരുട്ടായിരിക്കും. ഏതുവരെ? 6 മാസ കാലയളവ് അവിടെ എന്തായിരിക്കും? ഇരുട്ടായിരിക്കും. നേരെ തിരിച്ചാണ് ഇതേപോലെ തന്നെ സൂര്യൻ ഇവിടെ ആവുന്ന സമയത്ത്, സൂര്യൻ ദക്ഷിണാർദ്ധ ഗോളത്തിലായിരിക്കുന്ന സമയത്ത് ഇവിടെ എന്തായിരിക്കും? 6 മാസം രാത്രിയായിരിക്കും. ഇവിടെ എന്തായിരിക്കും? 6 മാസം പകലുമായിരിക്കും. അതായത് എപ്പോഴും സൂര്യന്റെ ആ ഒരു റിഫ്ലക്ഷൻ അവിടെ എപ്പോഴും ഉണ്ടായിരിക്കും. അതാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ 6 മാസക്കാലം ഈ ഒരു ധ്രുവപ്രദേശങ്ങളില് രാത്രിയും പകലും, അതായത് നമുക്ക് ഫുൾ ടൈം എന്തായിരിക്കും? സൂര്യപ്രകാശം ലഭിച്ചുകൊണ്ടിരിക്കും. മറ്റവിടെ എന്തായിരിക്കും? സൂര്യപ്രകാശം ലഭിക്കുകയുമില്ല. അതാണ് അവിടെ പറഞ്ഞത്. അപ്പൊ സെറ്റ് അല്ലേ? ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ഭാഗമാണ് നമ്മുടെ ഈ ഭ്രമണവും സമയ നിർണയവും. നമ്മൾ എങ്ങനെയാണ് ഇതൊക്കെ വെച്ചിട്ട് സമയം നിർണയിക്കുന്നത് എന്നതാണ് അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അപ്പോ പാതിരാ സൂര്യന്റെ നാട്ടിൽ എന്ന് പറയുന്ന ഈ ഒരു കൃതി എഴുതിയത് ആരാ? എസ്.കെ. പൊറ്റക്കാടാണ്. എസ്.കെ. പൊറ്റക്കാട് പാതിരാ സൂര്യന്റെ നാട്ടിൽ. പാതിരാ സൂര്യന്റെ നാട് എന്നറിയപ്പെടുന്നത് ഏതാ? നോർവേ ആണ്, നോർവേ. അപ്പൊ നമ്മുടെ ഈ നോർവേയിലേക്കുള്ള യാത്രയിലേക്ക് നമ്മുടെ എസ്.കെ. പൊറ്റക്കാട് പോകുന്ന സമയത്ത് ക്ലോക്ക് നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ ക്ലോക്കില് 12 മണിയാണ്. അപ്പൊ വാച്ചിലെ സമയം 5:30 മണിക്കൂർ പിന്നോട്ട് തിരിച്ചു വെക്കാനാണ് നമ്മുടെ എയർ ഹോസ്റ്റസ് പറഞ്ഞത്. 5:30 മണിക്കൂർ. ഞങ്ങളുടെ ഈ വാച്ചിൽ ഇന്ത്യൻ സമയം 5:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയത്തെ വിഴുങ്ങിക്കൊണ്ടാണ് വിമാനം പടിഞ്ഞാറോട്ട് പറക്കുന്നത്. അതിനനുസരിച്ച് കൂടെ ഞങ്ങളുടെ വാച്ചിലെ സമയവും എന്ത് ചെയ്തു? പിന്നോട്ട് തിരിച്ച് വെക്കണമായിരുന്നു. അപ്പൊ എങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഈ സമയമാറ്റം ഉണ്ടാകുന്നത്? ഇന്ത്യയിലുള്ള സമയത്തിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിലുള്ള സമയമാറ്റം ഉണ്ടാകുന്നത് എന്നതാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ പണ്ട് കാലത്ത് എങ്ങനെയൊക്കെയായിരുന്നു സമയം കണക്കാക്കിയിരുന്നത്? ഒരു പ്രദേശത്തെ സൂര്യന്റെ ഉച്ചസ്ഥാനം, സൂര്യപ്രകാശം സൃഷ്ടിക്കുന്ന നിഴല് എന്നിവ അടിസ്ഥാനമാക്കിയിട്ടായിരുന്നു ആദ്യ കാലങ്ങളിലൊക്കെ നമ്മൾ സമയം നിർണ്ണയിച്ചിരുന്നത്. തലയ്ക്ക് മുകളിലായിട്ട് സൂര്യൻ എത്തുന്നത് ഉച്ചയ്ക്ക് 12 മണിയായിരിക്കും. പിന്നെ ഓരോ സ്ഥലത്തും ഇപ്രകാരം സൂര്യന്റെ സ്ഥാനത്തെ ആധാരമാക്കി നിർണ്ണയിക്കുന്ന സമയത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രാദേശിക സമയം അഥവാ ലോക്കൽ ടൈം എന്ന് പറയുന്നത്. പ്രാദേശിക സമയം അഥവാ ലോക്കൽ ടൈം എന്ന് പറയുന്നത്. ഇനി അതവിടെ ഇരിക്കട്ടെ. ദേ ഇവിടെ പാതിരാ സൂര്യൻ, അർദ്ധരാത്രിയിൽ നമുക്ക് സൂര്യനെ കാണുവാൻ സാധിക്കും. ഒരു ഒരു 6 മാസക്കാലം, ഒരു ദിവസം മാത്രമല്ല, ഒരു 6 മാസക്കാലത്തോളം ആർട്ടിക് വൃത്തത്തിലും അന്റാർട്ടിക് വൃത്തത്തിലും ഇത് തന്നെയാണ് അവസ്ഥ. പകലെന്ന് പറയുമ്പോൾ സൂര്യൻ തലക്ക് മുകളിലാണെന്ന് കരുതരുത്. ഇക്കാലത്ത് പകൽ വെളിച്ചവും ഏറിയാൽ 1-2 മണിക്കൂർ മാത്രം. നിലത്തെ എമ്പാടും മഞ്ഞ് മൂടിയ അവസ്ഥയായിരിക്കും. പിന്നെ ഇവിടുത്തെ ജനജീവിതവും കൃഷിയൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയായിരിക്കും. ഓക്കെ. അപ്പൊ അതാണ് അതോട് പറയുന്നത്. നമ്മുടെ ലോക്കൽ ടൈം, നമ്മുടെ ഓരോ സ്ഥലത്തെയും പ്രാദേശിക സമയത്തെ കണക്കാക്കുന്നതിനെയാണ് പ്രാദേശിക സമയം അഥവാ ലോക്കൽ ടൈം എന്ന് പറയുന്നത്. ഇനി പിന്നെ നമ്മുടെ കൂടുതൽ ശാസ്ത്രം വികസിക്കും തോറും നമ്മൾ സമയം നിർണ്ണയിക്കുന്നത് കൂടുതലും ശാസ്ത്രീയവും കൃത്യവുമായിട്ട് നമ്മൾ നിർണ്ണയിക്കാൻ തുടങ്ങി. പരിക്രമണത്തോടൊപ്പം നമ്മുടെ ഭൂമി എന്തും ചെയ്യുന്നുണ്ട്? സ്വന്തം അച്ചുതണ്ടിനെ ആധാരമാക്കി ഭ്രമണം ചെയ്യുന്നുണ്ട്. നമുക്കറിയാം നമ്മുടെ ഭൂമി സ്വന്തം അച്ചുതണ്ടിനെ ആധാരമാക്കി എന്ത് ചെയ്യുന്നുണ്ട്? സ്വയം തിരിയുന്നുണ്ട്. അപ്പൊ പരിക്രമണം ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ നമ്മുടെ ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്? സ്വന്തം തിരിഞ്ഞിട്ടാണ് അത് എന്ത് ചെയ്യുന്നത്? ചുറ്റും കറങ്ങുന്നത്. അത് സ്വയം കറങ്ങുന്നുണ്ട്. സൂര്യന് ചുറ്റും എന്ത് ചെയ്യുന്നുണ്ട്? കറങ്ങുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഭൂമി ഭ്രമണം ചെയ്യുന്നുണ്ട്. പരിക്രമണത്തോടൊപ്പം സ്വന്തം അച്ചുതണ്ടിനെ ആധാരമാക്കി നമ്മുടെ ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്?
ഭ്രമണം ചെയ്യുന്നുണ്ട്. ഈ ഭ്രമണത്തിന്റെ ഫലമായതുകൊണ്ടാണ് രാത്രിയും പകലും ഉണ്ടാവുന്നത് അല്ലെ. നമുക്കറിയാം സൂര്യനോട് അഭിമുഖമായിട്ട് നിൽക്കുന്ന സ്ഥലത്ത് രാത്രി പകലും അതിന് ഓപ്പോസിറ്റ് ഫേസ് ചെയ്ത് കിടക്കുന്ന ഭാഗത്ത് എന്തായിരിക്കും, രാത്രിയുമായിരിക്കും എന്നറിയാം അല്ലെ. അപ്പൊ ഈ രാത്രിയും പകലും ഉണ്ടാകുന്നത് എങ്ങനെയാണ്, ഭ്രമണം കൊണ്ടാണ് ഈ രാത്രിയും പകലും ഉണ്ടാകുന്നത്. ഇനി നമുക്കറിയാം ഭൂമി ഭ്രമണം ചെയ്യുന്നത് എവിടെ നിന്നും എങ്ങോട്ടേക്കാണ്. ഭൂമി ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടേക്കാണ് ഭ്രമണം ചെയ്യുന്നത്. ഈ ഒരു ഡയറക്ഷനിലാണ് ഭൂമി ഭ്രമണം ചെയ്യുന്നത്. പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടേക്ക് എന്ന ഡയറക്ഷനാണ് ഭ്രമണം. പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടേക്കാണ് ആര് തിരിയുന്നത്, ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നത്. ഭൂമി ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടേക്കാണ്. അപ്പൊ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് തിരിയുന്നത് കൊണ്ട് നമുക്ക് സൂര്യൻ എവിടുന്ന് ഉദിച്ച് അസ്തമിക്കുന്നത് പോലെ തോന്നും. ഈ ഒരു ഭൂമി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടേക്ക് ഭ്രമണം ചെയ്യുകയാണ്. പരിക്രമണമല്ല ഉദ്ദേശിക്കുന്നത്, ഭ്രമണം സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നത്. ഈ ഒരു ഭ്രമണം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് സൂര്യൻ എവിടുന്ന് ഉദിക്കുന്നതായിട്ട് തോന്നും, സൂര്യൻ കിഴക്ക് നിന്ന് ഉദിക്കുന്നതായിട്ട് തോന്നും. ഭ്രമണം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടായത് കൊണ്ട് സൂര്യോദയം കിഴക്ക് നിന്നായിരിക്കും, അസ്തമിക്കുന്നത് നമുക്ക് എവിടെയായിട്ട് ഫീൽ ചെയ്യും, പടിഞ്ഞാറ് അസ്തമിക്കുന്നതായിട്ട് ഫീൽ ചെയ്യും. ഇനി ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ എത്ര സമയം വേണം, 24 മണിക്കൂറാണ് എടുക്കുന്നത്. ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ എത്ര മണിക്കൂർ എടുക്കുന്നു, 24 മണിക്കൂറാണ് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ എടുക്കുന്നത് അല്ലെ. 24 മണിക്കൂറാണ് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ എടുക്കുന്നത്. അപ്പൊ ഇതിവിടെ ഇമ്പോർട്ടന്റ് ആണ്. ഭൂമി ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടേക്കാണ്. അപ്പൊ നമുക്ക് സൂര്യൻ എവിടെ നിന്ന് ഉദിക്കുന്നതായിട്ട് തോന്നും, കിഴക്ക് നിന്ന് ഉദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ 24 മണിക്കൂറും എടുക്കുന്നു. അപ്പോ നമ്മുടെ ഭൂമിയുടെ ഒരു കോണളവ് എത്രയാണ്, ഒരു സർക്കുലർ ഷേപ്പ് ആണല്ലോ, ഒരു സ്ഫിയർ ഷേപ്പ് ആണല്ലോ ഏകദേശം നമ്മുടെ ഭൂമിക്കുള്ളത്. നമ്മുടെ ഭൂമിയുടെ ഷേപ്പ്, ജിയോയുടെ ഷേപ്പ് ഒക്കെ നമുക്ക് അറിയാം അല്ലെ. ഏകദേശം നമ്മുടെ ഭൂമിയുടെ ഒരു ഡിഗ്രി എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. ഭൂമിയുടെ കോണളവ് എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. ഓരോ ഡിഗ്രി കോണളവിലും ഓരോ രേഖാംശം വെച്ച് വരച്ചാൽ നമുക്ക് എത്ര രേഖാംശം ലഭിക്കും, 360 രേഖാംശം. നമുക്കറിയാം നമ്മുടെ രേഖാംശം എന്ന് പറഞ്ഞാൽ എന്തുവാ, ഇപ്പൊ നമ്മുടെ ഭൂമിയാണെന്നിരിക്കട്ടെ, നമ്മുടെ നോർത്ത് പോൾ, സൗത്ത് പോൾ, നമ്മുടെ നോർത്തിൽ നിന്നും സൗത്തിലോട്ട് നമ്മൾ വരയ്ക്കുന്ന രേഖകളെയാണ് നമ്മൾ രേഖാംശ രേഖകൾ എന്ന് പറയുന്നത്. അപ്പൊ ഭൂമിന്റെ ടോട്ടൽ ഇത് എത്രയാണ്, ഈ 360 ഡിഗ്രിയാണ് നമ്മൾ പറഞ്ഞു. 360 ഡിഗ്രിയാണ് നമ്മുടെ ടോട്ടൽ, നമ്മുടെ ഭൂമിയുടെ ഒരു ഡിഗ്രി എന്ന് പറയുന്നത്. ഈ 360 ഡിഗ്രി ഓരോ ഡിഗ്രി വെച്ചിട്ടും നമുക്ക് ഓരോരോ രേഖാംശം വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് എത്ര രേഖാംശം ലഭിക്കും, 360 രേഖാംശ രേഖകൾ ലഭിക്കും. അപ്പൊ ഈ 360 ഡിഗ്രി തിരിയാൻ വേണ്ടത് ഭൂമിക്ക് എത്ര മണിക്കൂറാണ്, ഒരു ഭ്രമണം കംപ്ലീറ്റ് ചെയ്യാൻ എത്ര മണിക്കൂർ വേണം, 24 മണിക്കൂറാണ് നമ്മുടെ ഭൂമിക്ക് വേണ്ടത്. എത്ര മണിക്കൂറാണ് വേണ്ടത്, 24 മണിക്കൂറാണ് നമ്മുടെ ഭൂമിക്ക് 360 ഡിഗ്രി തിരിയാൻ വേണ്ടി വേണ്ടത് അല്ലേ. അപ്പോ 24 മണിക്കൂർ നമ്മൾ മിനിറ്റിലേക്ക് മാറ്റിയാൽ എത്ര മിനിറ്റ് ആയി മാറും, 24 × 60 1440 മിനിറ്റ് എന്ന് ലഭിക്കും. അതായത് 360 ഡിഗ്രി തിരിയാൻ വേണ്ട സമയം എന്ന് പറഞ്ഞാൽ അത് എത്ര മിനിറ്റാ മക്കളെ, 1440 മിനിറ്റ് ആണ് 360 ഡിഗ്രി തിരിയാൻ വേണ്ട സമയം എന്ന് പറഞ്ഞാൽ. അപ്പൊ ഒരു ഡിഗ്രി തിരിയാൻ എത്ര വേണം, ഒരു ഡിഗ്രി തിരിയാൻ എത്ര വേണം, അപ്പൊ ഈ 1440 എത്ര കൊണ്ട് ഹരിച്ചാ മതി, 360 കൊണ്ട് ഹരിച്ചാൽ ഒരു ഡിഗ്രിക്ക് എത്ര വേണം നമുക്ക് ലഭിക്കും, 4 മിനിറ്റ് ആണ്. അപ്പൊ ഒരു ഡിഗ്രി നമ്മുടെ ഭൂമി കറങ്ങാൻ, ഒരു ഡിഗ്രി നമ്മുടെ ഭൂമി കറങ്ങാൻ വേണ്ട സമയം എത്രയാണ്, 4 മിനിറ്റ് ആണ്. എത്ര മിനിറ്റ് ആണ്, 4 മിനിറ്റ് ആണ് ഒരു ഡിഗ്രി നമ്മുടെ ഭൂമി കറങ്ങാൻ വേണ്ട സമയം എന്ന് പറയുന്നത്. ഒരു ഡിഗ്രി നമ്മുടെ ഭൂമി കറങ്ങാൻ വേണ്ട സമയം 4 മിനിറ്റ് ആണ്. അപ്പോ 15 ഡിഗ്രി തിരങ്ങുമ്പോൾ എത്രയാവും, 15 ഡിഗ്രി കറങ്ങുമ്പോൾ 15 × 4 മിനിറ്റ് നോക്കി, ഒരു ഡിഗ്രിക്ക് 4 മിനിറ്റ്. അപ്പോ 15 ഡിഗ്രി കറങ്ങാൻ എത്രയാവും, 15 × 4 60 മിനിറ്റ്. 60 മിനിറ്റ് പറഞ്ഞാൽ എത്രയാ, ഒരു മണിക്കൂർ. അപ്പൊ നമ്മുടെ ഒരു ഭൂമി ഒരു മണിക്കൂർ വ്യത്യാസത്തിൽ എത്ര ഡിഗ്രി കറങ്ങും, 15 ഡിഗ്രി കറങ്ങും. 15 ഡിഗ്രി കറങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന സമയ വ്യത്യാസം എത്രയാണ്, ഒരു മണിക്കൂറാണ്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഒരു ഡിഗ്രിക്ക് 4 മിനിറ്റ് വ്യത്യാസം, 15 ഡിഗ്രിക്കോ, 15 ഡിഗ്രിക്ക് 60 മിനിറ്റ് ആണ് വ്യത്യാസം. 15 മിനിറ്റിന് എത്ര, 15 ഡിഗ്രിക്കോ 60 മിനിറ്റ് അഥവാ 1 അവർ ആണ് ഡിഫറൻസ് വരുന്നത്.
1 ഡിഗ്രി കറങ്ങാൻ 4 മിനിറ്റ് വേണം. 15 ഡിഗ്രി കറങ്ങാനോ 1 മണിക്കൂർ വേണം. 15 ഡിഗ്രി കറങ്ങാൻ 1 മണിക്കൂറാണ് നമുക്ക് ആവശ്യം. അപ്പൊ ഈ പോയിന്റ്സ് ഇമ്പോർട്ടന്റ് ആണ്. 1 ഡിഗ്രി കറങ്ങാൻ 4 മിനിറ്റ്, 15 ഡിഗ്രി കറങ്ങാൻ 1 മണിക്കൂറാണ് നമ്മുടെ ഭൂമിക്ക് വേണ്ടത്. അതായത് 1 മണിക്കൂറിൽ ഭൂമിയുടെ 15 ഡിഗ്രി രേഖാംശ പ്രദേശമാണ് സൂര്യന് മുന്നിലൂടെ കടന്നു പോകുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. 1 മണിക്കൂറിൽ ഭൂമിയുടെ 15 ഡിഗ്രി രേഖാംശ പ്രദേശങ്ങളാണ് നമ്മുടെ സൂര്യന് മുന്നിലൂടെ എന്ത് ചെയ്യുന്നത്? കടന്നു പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടായതുകൊണ്ട് സമയക്കൂടുതൽ രേഖപ്പെടുത്തുന്നത് നമ്മുടെ ഭൂമി പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടേക്കാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഭൂമിയുടെ കറക്കമുള്ളത്. അപ്പൊ സമയക്കൂടുതൽ രേഖപ്പെടുത്തുന്നത് എങ്ങോട്ടാ? കിഴക്കോട്ടാണ് സമയക്കൂടുതൽ രേഖപ്പെടുത്തുന്നത്. സമയക്കുറവ് രേഖപ്പെടുത്തുന്നതോ പടിഞ്ഞാറോട്ടും ആയിരിക്കും. അപ്പൊ ഈ ഒരു പോയിന്റ് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ സമയം കൂട്ടിക്കൂട്ടി പോകുന്നത് ഏത് ഭാഗത്തേക്കാണ്? കിഴക്കോട്ടേക്ക് സമയം കൂടുതൽ രേഖപ്പെടുത്തുന്നു. കിഴക്കോട്ടേക്ക് സമയം കൂടുതൽ രേഖപ്പെടുത്തുന്നു. പടിഞ്ഞാറോട്ടോ സമയം കുറച്ചുമാണ് എന്ത് ചെയ്യുന്നത്? സമയക്കുറവുമാണ് രേഖപ്പെടുത്തുന്നത്. അപ്പൊ നോക്കിയേ 0 ഡിഗ്രി അക്ഷാംശത്തിൽ 12 മണി നൂണാണെങ്കിൽ 12:04 ആയിരിക്കും 1 ഡിഗ്രി കിഴക്കിൽ. 1 ഡിഗ്രി കിഴക്ക് എന്ന് പറയുമ്പോൾ കിഴക്കോട്ടേക്ക് നമ്മൾ എന്താ ചെയ്യുന്നത്? സമയം കൂട്ടുകയാണ്. അപ്പോൾ 12:04 1 ഡിഗ്രി എത്ര മിനിറ്റാ? 4 മിനിറ്റ് ആണ് വ്യത്യാസം. അപ്പോൾ 12 ന്യൂൺ ആയിരുന്നു 0 ഡിഗ്രി അല്ലെങ്കിൽ 1 ഡിഗ്രി കിഴക്കോട്ടേക്ക് സഞ്ചരിക്കുമ്പോൾ 4 മിനിറ്റ് അധികം എടുക്കും. 12:04 ആവും. 12:04 എന്താവും? ന്യൂൺ ആണെങ്കിൽ ഇവിടെ PM ആയിരിക്കും. ഇനി നേരെ തിരിച്ച് ഇപ്പുറത്ത് എന്താ? 1 ഡിഗ്രി പടിഞ്ഞാറോട്ടേക്ക് സമയം എന്താ ചെയ്യുന്നത്? നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. പടിഞ്ഞാറോട്ടേക്ക് സമയം കുറയ്ക്കുന്നു. അപ്പൊ 4 മിനിറ്റ് കുറയ്ക്കണം. 1 ഡിഗ്രിയാണ് വ്യത്യാസം. 4 മിനിറ്റ് കുറച്ചാൽ 11:56 AM ലഭിക്കും. 11:56 AM എന്നും ലഭിക്കും. ഓക്കെ അല്ലേ? അപ്പൊ ഒരു നിശ്ചിത രേഖാംശത്തിൽ നിന്നും കിഴക്കോട്ടേക്ക് ഓരോ ഡിഗ്രി രേഖാംശത്തിനും സമയം 4 മിനിറ്റ് കൂടിയും. കിഴക്കോട്ടേക്ക് 4 മിനിറ്റ് കൂടും. കിഴക്കോട്ടേക്ക് കൂട്ടും, കിഴക്ക് കൂട്ടും, പടിഞ്ഞാറ് കുറയ്ക്കും, അങ്ങനെ തന്നെ പഠിച്ചാൽ മതി. കിഴക്ക് കൂട്ടും, പടിഞ്ഞാറ് കുറയ്ക്കും. ഓക്കെ, കിഴക്കോട്ടേക്ക് സമയം കൂട്ടും, പടിഞ്ഞാറോട്ട് സമയം കുറയ്ക്കും. ഓക്കെ അല്ലേ? അപ്പൊ 1 ഡിഗ്രിക്ക് 4 മിനിറ്റ് വെച്ച് കൂട്ടണം. 15 ഡിഗ്രി വെച്ചാണെങ്കിലോ 1 മണിക്കൂർ വെച്ചും കൂട്ടണം. ഇനി ഗ്രീനിച്ച് സമയവും സമയ മേഖലയും. അപ്പൊ നമുക്ക് എന്താണ് ഗ്രീനിച്ച് സമയം എന്ന് നോക്കാം. 0 ഡിഗ്രി രേഖാംശയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? 0 ഡിഗ്രി രേഖാംശയാണ് ഗ്രീനിച്ച് രേഖ എന്നറിയപ്പെടുന്നത്. നമുക്ക് 0 ഡിഗ്രി ഇക്വേറ്റർ കണ്ടുപിടിക്കാൻ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. 0 ഡിഗ്രി ഇക്വേറ്റർ കണ്ടുപിടിക്കാൻ, അതായത് നമ്മുടെ ഭൂമിന്റെ ഏറ്റവും വലിയ അക്ഷാംശ രേഖയാണ് ഏതെന്ന് പറയുന്നത്. ഭൂമിയുടെ ഏറ്റവും മധ്യഭാഗത്ത് കൂടെ കടന്നു പോകുന്ന 0 ഡിഗ്രിയാണ് ഏറ്റവും വലിയ അക്ഷാംശ രേഖ. അപ്പൊ അത് 0 ഡിഗ്രി ആയി കണക്കാക്കാൻ നമുക്ക് എളുപ്പമായിരുന്നു. ഭൂമിക്ക് ഏറ്റവും നടുവിലൂടെ ഭൂമിയുടെ ഏറ്റവും വലിയ അക്ഷാംശ രേഖയാണ് ഈ 0 ഡിഗ്രി. അപ്പൊ ആ ഏറ്റവും വലിയ അക്ഷാംശ രേഖയെ നമ്മൾ എന്തായിട്ട് എടുത്തു? ഭൂമധ്യരേഖ അഥവാ ഇക്വേറ്റർ ആയിട്ട് നമ്മൾ എടുത്തു. ഇനി നേരെ തിരിച്ച് നമ്മൾ രേഖാംശ രേഖ എടുക്കുകയാണെങ്കിൽ നമ്മൾ 360 രേഖാംശ രേഖകൾ നമുക്ക് വരയ്ക്കാം. നോർത്തിൽ നിന്നും സൗത്തിലോട്ട് നമുക്ക് വരയ്ക്കുന്ന രേഖകൾ, നോർത്ത് പോളിൽ നിന്നും സൗത്ത് പോളിലോട്ട് വരയ്ക്കുന്ന രേഖകൾ. അപ്പൊ നമുക്ക് ഇഷ്ടംപോലെ രേഖകൾ, 360 രേഖകൾ, ഓരോ ഡിഗ്രി വെച്ച് 360 രേഖകൾ നമുക്ക് എവിടെ വരയ്ക്കാം? ഇതിൽ വരയ്ക്കാം. പക്ഷെ ഏതിനെ നമ്മൾ 0 ഡിഗ്രി ആയിട്ട് എടുക്കും? ഏത് മാനദണ്ഡത്തിൽ നമ്മൾ 0 ഡിഗ്രി ആയിട്ട് എടുക്കും? അപ്പൊ അതൊരു കൺഫ്യൂഷൻ ആണ്. ഏത് രേഖയാണ് നമുക്ക് 0 ഡിഗ്രി റെഫറൻസ് ആയിട്ട് നമുക്ക് ഏത് എടുക്കാൻ പറ്റും, ലോഞ്ചിറ്റ്യൂഡ് എടുക്കുക എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പൊ അതിനെന്ത് ചെയ്തു? നമ്മുടെ ലോക രാജ്യങ്ങളെല്ലാം ഒരു ഒരു മീറ്റിംഗ് വെച്ചു. ഒരു നിശ്ചിത സമയം ലോകത്തെല്ലായിടത്തും ഉണ്ടാവുക എന്നുള്ളത് എന്താണ്? അത് ഇമ്പോർട്ടന്റ് ആണ് അല്ലെ? അതില്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും? നമുക്കറിയാം, ഫ്ലൈറ്റിന്റെ ടൈം നമുക്ക് അന്വേഷിക്കണം. അതുപോലെ തന്നെ ട്രെയിൻ ടൈമിങ്, പിന്നെ അവിടെ ഒരു മാച്ച് നടക്കുന്നുണ്ടെങ്കിൽ, ഒരു ഫുട്ബോൾ മാച്ച് നടക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ നാട്ടിൽ എത്ര സമയത്തിനാണ് നടക്കുന്നത് എന്നൊക്കെ നമുക്ക് കമ്പയർ ചെയ്യണ്ടേ? അതൊക്കെ പല രീതിക്കുള്ള സഹായങ്ങളും നമുക്ക് ഈ ഒരു സമയം ഏകീകരണം കൊണ്ട് എന്ത് ചെയ്യണം? നടക്കണം അല്ലെ? അപ്പൊ ഈ ഒരു 0 ഡിഗ്രി നമുക്കൊരു ഫിക്സ് ചെയ്യണം എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ലോകരാജ്യങ്ങളെല്ലാം കൂടെ ഒരു മീറ്റിംഗ് വെച്ചു. മീറ്റിംഗ് വെച്ചിട്ട് അവര് ഇംഗ്ലണ്ടിലെ റോയൽ ബ്രിട്ടീഷ് വാന നിരീക്ഷണശാല ഇംഗ്ലണ്ടിലെ റോയൽ ബ്രിട്ടീഷ് വാന നിരീക്ഷണശാല സ്ഥിതി ചെയ്യുന്ന ഗ്രെനിച്ച് എന്നാണ്, നമ്മൾ ഗ്രീൻ വിച്ച് എന്നൊക്കെയാണ് പറയാ, ശരിക്കും അത് ഗ്രെനിച്ച് എന്നാണ് പ്രൊനൗൺസ് ചെയ്യുക.
ഗ്രീനിച്ച് എന്ന സ്ഥലത്ത് കൂടി കടന്നു പോകുന്നതിനാലാണ് ഈ രേഖയ്ക്ക് ഗ്രീനിച്ച് രേഖ എന്ന പേര് നൽകപ്പെട്ടത്. അപ്പൊ എന്തുകൊണ്ട് നമ്മൾ 0 ഡിഗ്രി ഇംഗ്ലണ്ടിലൂടെ ഈ ഒരു ലൈൻ നമ്മൾ തിരഞ്ഞെടുക്കാൻ കാരണം, അന്നത്തെ കാലത്ത് അത് വളരെ മുൻപാണ് അത് കണ്ടുപിടിച്ചത് അല്ലെ. അപ്പൊ അന്നത്തെ കാലത്ത് ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് ഒരു സുപ്രീം പവർ ആയിരുന്നു. ലോക രാജ്യങ്ങൾക്കിടയിൽ നല്ലൊരു പവർ ഉണ്ടായിരുന്ന ഒരു രാജ്യമായിരുന്നു നമ്മുടെ ഇംഗ്ലണ്ട് എന്ന് പറയുന്നത്. അപ്പൊ അതിലൂടെ റോയൽ ബ്രിട്ടീഷ് വാന നിരീക്ഷണശാലയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിലൂടെ റോയൽ ഒബ്സർവേറ്ററി ഇവിടെ നിന്നും ഇതിലൂടെ കടന്നു പോകുന്ന നമുക്ക് രേഖയെ നമുക്ക് 0 ഡിഗ്രി മെറീഡിയൻ ആയിട്ട് നമുക്ക് കണക്കാക്കാം എന്ന് വെച്ചിട്ട് അത് കണക്കാക്കി. ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കിയാണ് ലോകത്ത് എവിടെയുമുള്ള സമയം നിർണ്ണയിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഈ രേഖയെ നമ്മൾ എന്ത് വിളിക്കുന്നു? പ്രൈം മെറീഡിയൻ എന്ന് വിളിക്കുന്നു. പ്രൈം മെറീഡിയൻ, പ്രൈം ആശാൻ പ്രൈം മിനിസ്റ്റർ പോലെ പ്രൈം ആണല്ലേ. ലോകം മുഴുവൻ ആ ഒരു സമയത്തെ ആസ്പദമാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? തിരിച്ചു വെക്കുന്നത്. അപ്പോ ലോകത്തെവിടെയുമുള്ള സമയം നിർണ്ണയിക്കപ്പെടുന്നത് ഈ രേഖ, ഈ പ്രൈം മെറീഡിയൻ വെച്ചിട്ടാണ്. ഗ്രീനിച്ച് രേഖയിലെ പ്രാദേശിക സമയത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രീനിച്ച് സമയം. ഈ ഗ്രീനിച്ച് രേഖയിലുള്ള ലോക്കൽ ടൈമിനെ, അവിടെ ഏത് സമയമാണോ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രീനിച്ച് സമയം അഥവാ ഗ്രീനിച്ച് മീൻ ടൈം, GMT എന്ന് പറയും. ഗ്രീനിച്ച് മീൻ ടൈം, GMT എന്ന് പറയും. ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കി 1 മണിക്കൂർ വീതം സമയവ്യത്യാസമുള്ള 24 മേഖലകളാക്കി ഈ ലോകത്തെ തിരിച്ചിരിക്കുന്നു. നമ്മുടെ ലോകത്ത് 24 മേഖലകളായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ സമയ മേഖലകളെ നമ്മൾ തിരിച്ചിട്ടുണ്ട്. അപ്പൊ ലോകത്തെ മൊത്തം എത്ര മേഖലയായിട്ട് തിരിച്ചിട്ടുണ്ട്? 24 സമയ മേഖലകളായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. 24 സമയ മേഖലകളായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ GMT പ്ലസ് ഓർ മൈനസ് എന്നാണ് നമ്മൾ ലോകത്തിലെ പല സമയങ്ങളും എന്ത് ചെയ്യുന്നത്? കണക്കാക്കുന്നത്. ഇനി അടുത്തത് സ്റ്റാൻഡേർഡ് സമയം, സ്റ്റാൻഡേർഡ് ടൈം. ഓരോ രേഖാംശത്തിലെയും പ്രാദേശിക സമയത്തിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. നമുക്കറിയാം ഈ ഗ്രീനിഷ് മീൻ ടൈമിൽ നിന്നും ഓരോ രേഖാംശം കിഴക്കോട്ടേക്ക് പോകുന്ന സമയം എന്ത് ചെയ്യും? കൂടിയിട്ടാ പോവുക അല്ലെ. ഈ ഗ്രീനിഷ് മീൻ ടൈമിൽ നിന്ന് പടിഞ്ഞാറോട്ടേക്ക് പോകുന്നതോറോ പടിഞ്ഞാറ് കുറയ്ക്കണം, സമയം കുറഞ്ഞു പോകും. അപ്പൊ ഓരോ രേഖാംശത്തിലും പ്രാദേശിക സമയത്ത് എന്തുണ്ടായിരിക്കും? വ്യത്യാസം ഉണ്ടായിരിക്കും. വിവിധ രേഖാംശങ്ങളിൽ ഉൾപ്പെട്ട പ്രദേശങ്ങൾ അതാതിടങ്ങളിലെ പ്രാദേശിക സമയം പരിഗണിച്ചാൽ അത് പല അവസരങ്ങളും എന്ത് ചെയ്യും? ആശയക്കുഴപ്പം ഉണ്ടായിരിക്കും അല്ലെ. നമ്മൾ ഇന്ത്യയിൽ ഒരു പ്രാദേശിക സമയം, നമ്മൾ വേറെ രാജ്യത്ത് വേറെ സമയം എന്നൊക്കെയാണെങ്കിൽ അത് പ്രാദേശികമായിട്ട് എന്ത് ചെയ്യും? പല പ്രശ്നങ്ങളും ഉണ്ടാക്കി. ഇന്ത്യയിൽ കണക്കാക്കുന്ന സ്ഥലം തന്നെ നമ്മൾ കണക്കാക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ എന്താ? അത് പ്രതിസന്ധി രൂപീകരിക്കും. അങ്ങനെ ഈ പ്രതിസന്ധി മറികടക്കാൻ രാജ്യങ്ങളുടെ കേന്ദ്ര ഭാഗത്തു കൂടി കടന്നു പോകുന്ന രേഖാംശത്തിലെ പ്രാദേശിക സമയത്തെ രാജ്യത്ത് മുഴുവൻ പൊതുസമയമായിട്ടാണ് സാധാരണ കണക്കാക്കാറുള്ളത്. ഇപ്പൊ ഇന്ത്യയിൽ തന്നെ നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ നമുക്കറിയാം ഗുജറാത്തും അതുപോലെ തന്നെ ഏറ്റവും പടിഞ്ഞാറ് വരുന്നത് ഗുജറാത്തും പിന്നെ ഏറ്റവും കിഴക്ക് വരുന്നത് ആരാ? അരുണാചൽ പ്രദേശുമാണ്. അപ്പൊ ഈ അരുണാചൽ പ്രദേശും അതുപോലെ തന്നെ നമ്മുടെ ആരും ഗുജറാത്തും തമ്മിൽ 2 മണിക്കൂർ ഏകദേശം സമയ വ്യത്യാസം വരുന്നുണ്ട്. രേഖാംശ സ്ഥാനം നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം എത്ര സമയ വ്യത്യാസം വരുന്നത്? 30 ഡിഗ്രി വ്യത്യാസം വരുന്നുണ്ട്. 30 ഡിഗ്രി വ്യത്യാസം എന്ന് പറയുമ്പോൾ 30 ഡിഗ്രി എന്ന് പറയുമ്പോൾ 15 ഡിഗ്രിയാണ് 1 മണിക്കൂർ. 15 ഡിഗ്രി 1 മണിക്കൂറാണ്. അപ്പൊ 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂറായി? ഇന്ത്യയിലെ 2 അറ്റവും തമ്മിൽ ഏകദേശം 2 മണിക്കൂർ ലോക്കൽ ടൈം വരുന്നുണ്ട്. അത് പറഞ്ഞിട്ട് ഗുജറാത്തിൽ ഒരു സമയവും നമ്മുടെ അരുണാചൽ പ്രദേശിൽ വേറെ സമയമാണോ? അല്ല, അങ്ങനെയല്ല കണക്കാക്കുന്നത്. അപ്പൊ എങ്ങനെ അത് മറികടക്കാൻ വേണ്ടിയിട്ട് എന്താ ഈ ഒരു സമയം നഷ്ടം മറികടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ ഏത് രാജ്യമാണോ ആ രാജ്യത്തിന്റെ മധ്യഭാഗത്ത് കൂടി കടന്നു പോകുന്ന, ആ രാജ്യത്തിന്റെ കേന്ദ്ര ഭാഗത്ത് കൂടി കടന്നു പോകുന്ന രേഖാംശത്തിലെ പ്രാദേശിക സമയം രാജ്യത്ത് മുഴുവൻ എന്ത് ചെയ്യുന്നു? നമ്മൾ കൊണ്ടുവരുന്നു. സാധാരണ കണക്കാക്കുന്നത്. ഓക്കെ, എന്നാൽ രേഖാംശ വ്യാപ്തി കൂടിയ രാജ്യങ്ങളാണെങ്കിലോ, ഇതിപ്പോ നമ്മുടെ 30 ഡിഗ്രി എത്രയേ ഉള്ളൂ? നമ്മുടെ ഇന്ത്യയിൽ ഏകദേശം ഒരു 30 ഡിഗ്രി സമയ വ്യത്യാസം ഉള്ളൂ അല്ലെ. കിഴക്കും പടിഞ്ഞാറും തമ്മിൽ ഏകദേശം ഒരു 30 ഡിഗ്രി സമയ വ്യത്യാസമാണ് ഉള്ളത്. എന്നാൽ ഈ ഒരു 30 ഡിഗ്രി 60 ഡിഗ്രി വ്യത്യാസം വരുന്ന രാജ്യങ്ങൾ ഉണ്ടാവില്ലേ? അല്ലെ. അപ്പോ ഈ ഒരു വീതി കൂടുതലുള്ള രേഖാംശ വ്യാപ്തി കൂടുതലുള്ള രാജ്യങ്ങളിൽ നമുക്ക് ഒരൊറ്റ സ്റ്റാൻഡേർഡ് ടൈം മാത്രം വെച്ചാൽ നമുക്ക് അവർക്ക് കഴിയാൻ പറ്റുമോ? ഏകദേശം എത്ര 5ഉം 6ഉം ടൈം ഡിഫറൻസ് ഒക്കെ വരുന്ന രാജ്യങ്ങളുണ്ടാവും. അപ്പൊ അവർക്ക് എന്ത് ചെയ്യണം? ഒന്നിലേറെ രേഖാംശങ്ങളെ മാനക രേഖാംശമായിട്ട് പരിഗണിച്ച് ഒന്നിലധികം മാനക സമയങ്ങൾ നിർണ്ണയിക്കേണ്ടി വരും. അങ്ങനെയാണ് നമ്മുടെ റഷ്യ, ഫ്രാൻസിലൊക്കെ എന്തുണ്ട്?
ഇഷ്ടംപോലെ 11ഉം 12ഉം സമയ മേഖലകളൊക്കെ ഒരു രാജ്യത്തില് തന്നെ ഉണ്ട്. നമ്മുടെ ഇന്ത്യയിൽ ഒരെണ്ണം ഉള്ള പോലെ അവിടെ 12ഉം 11ഉം ഒക്കെയുണ്ട് നമ്മുടെ റഷ്യ, ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങളില്. അപ്പൊ ലോകത്തിലെ ഓരോ രാജ്യവും ഇത്തരത്തിൽ ഏറെക്കുറെ മധ്യത്തിലൂടെ കടന്നുപോകുന്ന രേഖാംശ രേഖയെ മാനക രേഖാംശയായിട്ട് പരിഗണിക്കുന്നു. അതിനെ നമ്മൾ എന്ത് പറയാ? സ്റ്റാൻഡേർഡ് മെറീഡിയൻ എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് മെറീഡിയൻ എന്ന് പറയുന്നത് മാനക രേഖാംശത്തിലെ പ്രാദേശിക സമയമാണ് ആ ഒരു രാജ്യത്തിന്റെ മാനക സമയം എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം നമ്മുടെ പൂർവ്വ രേഖാംശം 60 ഡിഗ്രിക്കും അതേപോലെ തന്നെ 97 ഡിഗ്രി വരെയാണ് നമ്മുടെ ഏത് വരുന്നത്? നമ്മുടെ ഇന്ത്യ വരുന്നത്. അപ്പൊ ഏതിലാണ്? ഗ്രീനിച്ച് രേഖയിൽ നിന്നും കിഴക്കോട്ടാണ്. ഗ്രീനിച്ച് രേഖ 0 ഡിഗ്രിയിൽ നിന്നും കിഴക്കാണ്, ഈസ്റ്റ് ആണ് നമ്മൾ കിടക്കുന്നത്. കിഴക്കോട്ടേക്ക് നമ്മൾ എന്തായിരിക്കും? സമയം കൂടുതലായിരിക്കും. കിഴക്കോട്ടേക്ക് സമയം കൂടുതലായിരിക്കും. അപ്പൊ പൂർവ്വ രേഖാംശം എന്ന് പറയുന്നത് കിഴക്കുള്ള രേഖാംശം 68 ഡിഗ്രിക്കും 97 ഡിഗ്രിക്കും ഇടയിലാണ് ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഏറ്റവും ഏകദേശം മിഡിലായിട്ടുള്ള ഒരു മാനക രേഖാംശമാണ് നമ്മൾ കണക്കാക്കുന്നത് 82.5 ഡിഗ്രി. 82.5 ഡിഗ്രിയാണ് നമ്മൾ കണക്കാക്കുന്നത്. ഏതാണ്? 82.5 ഡിഗ്രി കിഴക്കിനെയാണ് ഇന്ത്യയുടെ മാനക രേഖാംശത്തെ ആയിട്ട് കണക്കാക്കുന്നത്. ഇന്ത്യയുടെ മാനക രേഖാംശമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ. അപ്പൊ ഇന്ത്യയുടെ മാനക രേഖാംശമായിട്ട് നമ്മൾ കണക്കാക്കിയിട്ടുള്ള രേഖാംശ രേഖ ഏതാണ്? 82.5 ഡിഗ്രി പൂർവ്വ രേഖാംശം അല്ലെങ്കിൽ 82.5 ഡിഗ്രി ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡിനെയാണ് 82.5 ഡിഗ്രി ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡിനെയാണ് ഇന്ത്യയുടെ മാനക രേഖാംശം. ഏകദേശം ഇന്ത്യയുടെ മധ്യഭാഗത്ത് കൂടി കടന്നു പോകുന്ന രേഖയാണ് ഉത്തർപ്രദേശിലെ മിർസാപൂരിൽ കൂടെ കടന്നു പോകുന്നത്. ഉത്തർപ്രദേശിലെ മിർസാപൂർ എന്ന സ്ഥലത്തിലൂടെ കടന്നു പോകുന്ന രേഖയാണിത്. ഓക്കെ. അപ്പൊ അതാണ് 82.5 ഡിഗ്രി കിഴക്ക്. ഇവിടുത്തെ സമയമാണ് ഇന്ത്യ ഒട്ടുക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇന്ത്യയുടെ പൊതുവായിട്ടുള്ള സമയമായിട്ട് കണക്കാക്കുന്നത്. ഇതിനെ നമ്മൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം IST എന്ന് വിളിക്കുന്നു. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം IST എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ സമയ വ്യത്യാസം നമുക്ക് ആദ്യം കൺസിഡർ ചെയ്തിട്ട് നമുക്ക് ഈ അന്താരാഷ്ട്ര ദിനാങ്ക രേഖയിലേക്ക് വരാം. ഓക്കെ. ഓക്കെ. നോക്കിയേ. ഗ്രീനിച്ച് സമയം 12 മണിയാവുമ്പോൾ ഗ്രീനിച്ച് 0 ഡിഗ്രിയിൽ ഉച്ചയ്ക്ക് 12 മണിയാണ് ട്ടോ. ഉച്ചയ്ക്ക് 12 മണിയാണെന്നിരിക്കെ. ഉച്ചയ്ക്ക് 12 മണിയായിരിക്കുമ്പോൾ ഇന്ത്യൻ സമയം എത്രയായിരിക്കുമെന്നാണ്. അപ്പൊ എത്ര ഡിഫറൻസ്? 82.5 ഡിഗ്രി കിഴക്കാണ് നമ്മളുള്ളത്. 82.5 ഡിഗ്രി എന്ന് പറയുമ്പോൾ നോക്കിയേ. ഗ്രീനിച്ച്, ഇന്ത്യ എന്നീ സ്ഥലങ്ങൾ തമ്മിലുള്ള രേഖാംശീയ വ്യത്യാസം 82.5 ഡിഗ്രി അഥവാ 82 ഡിഗ്രി 30 മിനിറ്റ്. ഈ ആരാന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? മിനിറ്റ് ആണ് ട്ടോ. 82.5 ഡിഗ്രി 30 മിനിറ്റ് ആണ്. 15 ഡിഗ്രി രേഖാംശത്തിന്റെ വ്യത്യാസം എത്രയാ? 1 മണിക്കൂറാണ്. 15 ഡിഗ്രി രേഖാംശത്തിലെ സമയ വ്യത്യാസം 1 മണിക്കൂറാണ്. അപ്പൊ 82.5 ഡിഗ്രി രേഖാംശത്തിലെ സമയ വ്യത്യാസം നമ്മൾ ഈ 82.5 ഡിഗ്രി ബൈ 15 ചെയ്താൽ പോരെ? അപ്പൊ 15 ചെയ്താൽ 82.5 82.5 ഡിവൈഡഡ് ബൈ 15 ചെയ്താൽ നമുക്ക് ഇവിടെ ആൻസർ എത്ര കിട്ടുക? 5.5 എന്ന് കിട്ടും. അതായത് 5 മണിക്കൂർ 30 മിനിറ്റും 5.5 മണിക്കൂർ അഥവാ 5 മണിക്കൂർ 30 മിനിറ്റ് എന്ന് കിട്ടും. ഇനി നമ്മൾ പൂർവ്വ രേഖാംശമാണ്. ഗ്രീനിച്ച് രേഖയുടെ കിഴക്കായിട്ടാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ഗ്രീനിച്ച് രേഖയുടെ കിഴക്കായിട്ടാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ സമയം നിർണ്ണയിക്കുന്ന സമയത്ത് ഗ്രീനിച്ച് രേഖയുടെ പടിഞ്ഞാറാണോ കിഴക്കാണോ ആ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നതെന്ന് പ്രത്യേകം നോക്കണം. അപ്പൊ കിഴക്കായിട്ട് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് ഗ്രീനിച്ച് സമയത്തേക്കാൾ എത്ര കൂടുതലായിരിക്കും? നമ്മൾ ഗ്രീനിച്ച് സമയത്തേക്കാൾ 5 മണിക്കൂർ 30 മിനിറ്റ് കൂടുതലായിരിക്കും. അപ്പൊ ഗ്രീനിച്ച് സമയം എത്രയാന്ന് പറഞ്ഞു? 12 മണി. ഉച്ചയ്ക്ക് 12 മണി എന്നാ പറഞ്ഞത്. അപ്പൊ നമ്മൾ എത്ര കൂട്ടണം? അത് കൂടെ 5 മണിക്കൂർ 30 മിനിറ്റ് കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 5:30. 12 മണിയിൽ നിന്നും 5 മണിക്കൂർ 30 മിനിറ്റ് കൂട്ടിയാൽ 5.5 മണിക്കൂർ PM. ഉച്ചയ്ക്ക് 12 മണിയാണ്. അപ്പൊ അതെന്താണ്? 5.5 മണിക്കൂർ മുന്നോട്ട് കൂട്ടിയാൽ 5:30 PM ആയിരിക്കും ഇന്ത്യയിലെ സമയം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇന്ത്യയിലെ സമയം എന്ന് പറയുന്നത്. ഇനി അതേപോലത്തെ ഇന്ത്യയിലെ സമയം പോലെ നമുക്ക് വേറൊരു രാജ്യത്തെ ഒരു സമയം കൂടെ കമ്പയർ ചെയ്യാം. ഇന്ത്യയില് തിങ്കളാഴ്ച രാത്രി 11 മണിയാണെന്ന് വിചാരിക്കും. ഇന്ത്യയില് തിങ്കളാഴ്ച രാത്രി 11 മണി ആയിരിക്കുമ്പോൾ അതായത് ജപ്പാന്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ 135 കിഴക്കാണ്. ഇന്ത്യയിൽ നിന്നും 135 ഡിഗ്രി കിഴക്കാണ് ആര് വരുന്നത്?
ജപ്പാൻ കിടക്കുന്നത്. അപ്പോ ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യൻ ലോക്കൽ ടൈം എത്ര? 82.5 ഡിഗ്രി കിഴക്കാണ്. ജപ്പാൻ എന്ന് പറഞ്ഞാലോ 135 ഡിഗ്രി കിഴക്കാണ്. അപ്പൊ ഈ രേഖാംശങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ ആദ്യം എടുക്കണ്ടേ? ഇന്ത്യയും ജപ്പാന്റെയും തമ്മിലുള്ള ഈ ഒരു രേഖാംശ ഡിഫറൻസ് എടുത്താൽ ഇതിന്റെ ഇടയിലുള്ള എത്ര രേഖാംശ രേഖകൾ ഉണ്ടെന്ന് നമുക്ക് കണക്കാക്കാം. അപ്പൊ നമ്മൾ ആദ്യം അതെന്ത് ചെയ്യാം? 135 ഡിഗ്രി കിഴക്കിൽ നിന്നും ആ ഒരു 135 ഡിഗ്രിയിൽ നിന്നും 82.5 ഡിഗ്രി എന്ത് ചെയ്യണം? കുറയ്ക്കണം. അപ്പൊ ഈ 2 മിനിറ്റുകൾ ഡിഗ്രികൾ തമ്മിൽ കുറയ്ക്കുന്ന സമയത്ത് 135 ഡിഗ്രിയിൽ നിന്നും 82.5 ഡിഗ്രി കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് എത്ര ലഭിക്കും? 52 ഡിഗ്രി 30 മിനിറ്റ് എന്ന് കിട്ടും. 52 ഡിഗ്രി 30 മിനിറ്റ് എന്ന് കിട്ടും. ഒരു രേഖാംശത്തിന്റെ സമയവ്യത്യാസം 4 മിനിറ്റാ നമുക്കറിയാം. അല്ലെ? അപ്പൊ 52.5 ഡിഗ്രി ഇൻറ്റു 4 ചെയ്യുകയാണെങ്കിൽ ഓരോ രേഖാംശത്തിന്റെ സമയവ്യത്യാസം നമുക്ക് ലഭിക്കും. അപ്പൊ 52.5 ഡിഗ്രി ഇൻറ്റു 4 ടോട്ടൽ എത്ര മിനിറ്റ് ലഭിക്കും? 210 52.5 ഇൻറ്റു 4 ഓരോ ഡിഗ്രിക്കും 4 മിനിറ്റ് വെച്ച് കൂട്ടുകയാണെങ്കിൽ 210 മിനിറ്റ് എന്ന് ലഭിക്കും. അപ്പൊ 3 മണിക്കൂർ 30 മിനിറ്റ്. 210നെ ഇതാക്കാൻ എന്ത് ചെയ്താൽ മതി? 210 ഹരിക്കണം 60 ചെയ്താൽ മതി. 210 ഹരിക്കണം 60 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 3.5 മണിക്കൂർ എന്ന് കിട്ടും. അതായത് 3 മണിക്കൂർ 30 മിനിറ്റ്. 3 മണിക്കൂർ 30 മിനിറ്റ് എന്ന് ലഭിക്കും. അപ്പൊ സമയ വ്യത്യാസം എത്രയാ? ജപ്പാൻ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നും കിഴക്കായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? സമയം കൂട്ടുകയാണ് വേണ്ടത്. അപ്പൊ ഇന്ത്യയിലെ തിങ്കൾ 11 PM ആണെങ്കിൽ അത് കൂടെ 3:30 3.5 മണിക്കൂർ മുന്നിലായിരിക്കുന്ന സമയത്ത് അവിടെ എത്രയായിരിക്കും? ചൊവ്വ 2:30 AM ആയിട്ടുണ്ടാവും. ഇവിടെ തിങ്കൾ 11 PM ആയിരിക്കുന്ന സമയത്ത് അവിടെ എത്ര ആയിട്ടുണ്ടാവും? ചൊവ്വ 2:30 AM ആയിട്ടുണ്ടാവും. ഓക്കെ അല്ലേ? അപ്പൊ നമ്മളിൽ നിന്നും ഫ്യൂച്ചറിലായിരിക്കും ആരും ഉണ്ടാവുക? ജപ്പാനിലുള്ള ആളുകൾ ഉണ്ടായിരിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് സമയം നിർണ്ണയിക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് തമ്മിൽ 2 സ്ഥലങ്ങൾ തരികയാണെങ്കിൽ ഇവിടെ നിന്നും ആ സ്ഥലത്തേക്കുള്ള സമയം നിർണ്ണയിക്കാൻ ആദ്യം എന്ത് ചെയ്യണം? അവർ തമ്മിലുള്ള ഒരു ഡിഗ്രിയിലുള്ള ആ ഒരു രേഖാംശ രേഖകൾ തമ്മിലുള്ള ഡിഫറൻസ് ആദ്യം കണക്കാക്കണം. ഡിഫറൻസ് ആദ്യം കണക്കാക്കിയിട്ട് ഓരോ ഡിഗ്രിക്കും എത്രയെന്നുള്ള രീതിക്ക് അതേ ഇൻറ്റു 4 മിനിറ്റ് ചെയ്യണം. 4 മിനിറ്റ് ചെയ്തിട്ട് അതിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? മണിക്കൂറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് കിഴക്കാണെങ്കിൽ ടൈം കൂട്ടണം. കിഴക്കാണെങ്കിൽ സമയം കൂട്ടണം. പടിഞ്ഞാറുള്ള ഏതെങ്കിലും സ്ഥലമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ടൈം കുറയ്ക്കുകയും ചെയ്യണം. പടിഞ്ഞാറോട്ടേക്കാണെങ്കിൽ ടൈം കുറയ്ക്കുകയും ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് കടക്കാം. ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ. എന്താണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ? അന്താരാഷ്ട്ര ദിനാങ്കരേഖ. ഗ്രീനിച്ച് രേഖയിൽ നിന്നും കിഴക്കോട്ടേക്കോ പടിഞ്ഞാറോട്ടോ 180 ഡിഗ്രി രേഖാംശം വരെ ഒരു 15 ഡിഗ്രിയിലും സമയം കണക്കാക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പട്ടിക ഒന്ന് പൂർത്തിയാക്കി നോക്കാം. ഗ്രീനിച്ച് രേഖയിലെ സമയം എന്ന് പറയുന്നത് വെള്ളിയാഴ്ച രാവിലെ 10 PM ആണ്. വെള്ളിയാഴ്ച രാവിലെ 10 PM ആണ് എവിടുത്തെ സമയം എന്ന് പറയുന്നത്? ഗ്രീനിച്ച് രേഖയിലെ സമയം എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയേ, നമുക്ക് ആദ്യം പടിഞ്ഞാറോട്ടേക്ക് പോകാം. ആദ്യം ഇത് പറഞ്ഞേ, ഗ്രീനിച്ചിൽ നിന്നും പടിഞ്ഞാറോട്ടേക്ക് പോകുമ്പോൾ സമയം കൂടുമോ കുറയുമോ? പടിഞ്ഞാറ് സമയം കുറയ്ക്കണം. അപ്പൊ 15 ഡിഗ്രി ആണ് എവിടെ ഉള്ളത്? ഗ്രീനിച്ച് ടൈം 0 ഡിഗ്രി എത്രയാ? 0 ഡിഗ്രി 10 മണിയാണ്. വെള്ളിയാഴ്ച രാവിലെ ഇപ്പൊ 10 AM ആണ്. 10 AM ആണ് 0 ഡിഗ്രി. അപ്പൊ 15 ഡിഗ്രി പടിഞ്ഞാറോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും? വെള്ളി രാവിലെ 9 മണി. ഒരു 15 മണിക്കൂർ എത്ര ഡിഫറൻസ്? 15 ഡിഗ്രിക്ക് 1 മണിക്കൂറാണ് സമയ വ്യത്യാസം. 1 മണിക്കൂർ സമയ വ്യത്യാസം. പുറകോട്ടേക്കാണ്, പടിഞ്ഞാറോട്ടേക്കാണ് പോകുന്നത്. പടിഞ്ഞാറോട്ടേക്ക് പോകുമ്പോൾ സമയം കുറഞ്ഞു പോകും. ഇനി വെള്ളി തന്നെ ആയിരിക്കും. 45 ഡിഗ്രി എന്തായിരിക്കും? വെള്ളി 15 ഡിഗ്രി വെച്ചിട്ടാണ് കൂട്ടി പോകുന്നത്. 30 ഡിഗ്രി, 35 ഡിഗ്രി, 60 ഡിഗ്രി. അപ്പൊ 15 ഡിഗ്രി വെച്ച് ഇവർ കൂട്ടി പോവാണ്. അപ്പൊ ഓരോ മണിക്കൂർ ഡിഫറൻസിൽ പോകും അല്ലെ? അപ്പൊ 45 ഡിഗ്രി ആകുമ്പോൾ ഇവിടെ രാവിലെ എത്ര മണിയാവും? 7 AM ആവും. 7 AM. വീണ്ടും 60 ഡിഗ്രി എത്തുമ്പോഴോ 6 AM ആവും. പിന്നെ 75 ഡിഗ്രി എത്തുമ്പോൾ വെള്ളി തന്നെ 5 AM ആവും. 90 ഡിഗ്രി എത്തുമ്പോൾ വീണ്ടും 4 AM ആവും. ദെൻ 105 ഡിഗ്രി ആവുമ്പോൾ 3 AM ആവും. ദെൻ 120 ഡിഗ്രി വെള്ളി 2 AM. പിന്നെ 135 ഡിഗ്രി 1 മണിക്കൂറും കൂടെ കുറയ്ക്കണം.
1 AM, 1 AM. ഇനി അടുത്ത നോക്കിയേ 150 ഡിഗ്രി. 150 ഡിഗ്രി ആവുമ്പോ എത്രയാവും? 12 മണിക്കൂർ മിഡ് നൈറ്റ് ആയി. 12 മണിക്കൂർ മിഡ് നൈറ്റ് ആയി. മിഡ് നൈറ്റ് ആയി. 165 ഡിഗ്രി ആവുമ്പോഴോ വീണ്ടും 1 മണിക്കൂർ കുറയ്ക്കുകയാണ്. വീണ്ടും 1 മണിക്കൂർ കുറയ്ക്കുന്ന സമയത്ത് ഇവിടെ എന്തായിരിക്കും? ഇവിടെ വ്യാഴാഴ്ചയായിരിക്കും. 11 എന്തായിരിക്കും? 11 PM ആയിരിക്കും. രാത്രി 11 PM. 165ാമത്തെ ഡിഗ്രിയിൽ എന്തായിരിക്കും? രാത്രി 11 PM ആയിരിക്കും. അപ്പൊ 180 ഡിഗ്രിയിലോ വീണ്ടും ഒരു 15 ഡിഗ്രി കൂടി ല്ലേ? 15 ഡിഗ്രി കൂടുന്ന സമയത്ത് 1 മണിക്കൂർ എന്ത് ചെയ്യണം? വീണ്ടും കുറയണം. അപ്പൊ അവിടെ വീണ്ടും തേഴ്സ്ഡേ ആണ്. ഇവിടെ വ്യാഴമാണ് തേഴ്സ്ഡേ. എത്ര സമയം? 10 PM. എത്രയാ? 10 PM. അപ്പൊ നോക്കിയേ സമയം ഇവിടെ എത്രയായി? വ്യാഴാഴ്ചയായി. ബാക്കിലോട്ട് പോയപ്പോ ഇവിടെ വ്യാഴം 10 PM ആയി. 180 ഡിഗ്രി എത്തിയപ്പോൾ എത്രയായി? വ്യാഴം 10 PM ആയി. ഇനി നമുക്ക് കിഴക്കോട്ടേക്ക് പോയി നോക്കിയാലോ? കിഴക്കോട്ടേക്ക് പോയി നോക്കിയേ. ഗ്രീനിച്ച് സമയം എത്രയാ? 0 ഡിഗ്രി 10 AM ആണ്. അപ്പൊ കിഴക്കോട്ടേക്ക് പോകുന്ന സമയത്ത് എന്താ? സമയം ഓരോ മണിക്കൂർ കൂടും. 15 ഡിഗ്രി പോകുന്തോറും ഓരോ ഡിഗ്രി ഓരോ മണിക്കൂർ വെച്ച് എന്ത് ചെയ്യും? കൂടി കൂടിയിട്ടല്ലേ പോകുന്നേ? ഒരു 15 ഡിഗ്രിക്ക് 1 മണിക്കൂർ. കിഴക്കോട്ടേക്ക് പോകുമ്പോൾ സമയം കൂട്ടണം. പടിഞ്ഞാറോട്ടേക്ക് പോകുമ്പോൾ സമയം കുറയ്ക്കണം. ഇത്രയും ഐഡിയ വേണം. ഓക്കെ. അപ്പൊ 15 ഡിഗ്രി 10 AM നിന്നും 10 AM നിന്നും രാവിലെ 11 മണി. പിന്നെ വീണ്ടും എന്താ 30 ഡിഗ്രിയിൽ 1 മണിക്കൂർ കൂടി 12 മണി. ഉച്ചയ്ക്ക് 12 മണിയായി. വീണ്ടും 45 ഇതാവുമ്പോ 12 മണി കഴിഞ്ഞാൽ 1 PM. 1 PM. വീണ്ടും 60 ഡിഗ്രി വെള്ളിയാഴ്ച 2 PM. വീണ്ടും 75 ഡിഗ്രി വെള്ളി തന്നെ 3 PM. പിന്നെ 90 വീണ്ടും 1 മണിക്കൂർ 4 PM. പിന്നെയും 1 മണിക്കൂർ 5 PM. കിഴക്കോട്ടേക്ക് സമയം കൂടി 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 വരുന്നു. പിന്നെ 120 ഡിഗ്രി 6 PM. 135 ഡിഗ്രി 7 PM. പിന്നെ 8 PM. 9 PM. 180 ഡിഗ്രി എത്തിയപ്പോ എത്രയായി? 10 PM ആയി. അപ്പൊ ഈ 180 ഡിഗ്രി രണ്ടും ഒന്നല്ലേ? നമ്മൾ ഗ്രീനിച്ച് രേഖയിൽ നിന്ന് 180 ഡിഗ്രി ഇങ്ങോട്ടേക്ക് സഞ്ചരിച്ചു. 180 ഡിഗ്രി ഇവിടെ നിന്ന് ഇങ്ങോട്ട് സഞ്ചരിച്ചു. അപ്പൊ എന്താ ഉണ്ടായത്? ഇവിടെ നോക്കിയേ. ഇവിടെ വെള്ളിയാണ്. ഇവിടെ ഫ്രൈഡേ ആണ്. ഇവിടെ ഫ്രൈഡേ 10 PM. അതായത് ഫ്രൈഡേ 10 PM ആണെങ്കിൽ ഇവിടെ എത്രയാണ്? 180 ഡിഗ്രി ഇപ്പുറത്ത് എത്രയാണ് നമുക്ക് ലഭിച്ചത്? പടിഞ്ഞാറോട്ടേക്ക് സഞ്ചരിച്ചാൽ നമുക്ക് എത്ര ലഭിച്ചത്? വ്യാഴം 10 PM ആണ്. ഏകദേശം എത്ര സമയ വ്യത്യാസം വന്നു? 24 മണിക്കൂർ സമയ വ്യത്യാസം വന്നു അല്ലെ? 24 മണിക്കൂർ നമുക്ക് അവിടെ സമയ വ്യത്യാസം വന്നു. അപ്പൊ അതെന്താണ്? അതെങ്ങനെയാ നമ്മൾ ചെയ്യുക? അപ്പൊ 180 ഡിഗ്രിയിൽ 2 സമയം വരുമോ? കിഴക്കോട്ടേക്കും പടിഞ്ഞാറോട്ടും 180 ഡിഗ്രി രേഖാംശത്തിൽ എത്തിയപ്പോൾ 24 മണിക്കൂറിന്റെ സമയ വ്യത്യാസം കാണാൻ കഴിഞ്ഞു. ഇവിടെ നോക്കിയേ. ഇതാണ് ആ സമയം 180 ഡിഗ്രി. 180 ഡിഗ്രിയിൽ ഈ എ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ഏത് സമയം കണക്കാക്കും? 10 PM വെള്ളി എന്നാണോ 10 PM വ്യാഴം എന്നാണോ ഈ എ എന്ന് പറയുന്ന പോയിന്റിൽ നമ്മൾ കണക്കാക്കുക? അപ്പൊ ഈ സ്ഥലത്ത് ഉള്ളവർ ഏത് സമയം കണക്കാക്കും? അത് വലിയൊരു ടാസ്ക് അല്ലേ? ഏത് ദിവസം അവർ സെലക്ട് ചെയ്യുമെന്നത്. അപ്പോ ഒരു രാജ്യത്തിലൂടെ 180 ഡിഗ്രി രേഖാംശം കടന്നു പോവുകയാണെങ്കിൽ ഈ രേഖയ്ക്ക് കിഴക്കും പടിഞ്ഞാറും വ്യത്യസ്ത ദിവസങ്ങളായിരിക്കും അല്ലെ? ഈ രേഖയ്ക്ക് കിഴക്കോട്ടേക്ക് ഒരു ദിവസം, പടിഞ്ഞാറോട്ടേക്ക് വേറെ ദിവസമായിരിക്കും. അപ്പൊ അത് പല പ്രശ്നങ്ങളും ഉണ്ടാക്കും അല്ലെ? അപ്പൊ ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ലൈൻ, ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ കൂടുതലും കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ്? സമുദ്രഭാഗത്തിലേക്ക് കടന്നു പോകുന്ന രീതിയിൽ നോക്കി. ഞാൻ വേറൊരു മാപ്പ് കാണിച്ചത് നോക്കി. ഇതാണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ. അത് സമുദ്രഭാഗത്തിലൂടെ കടന്നു പോകാൻ വേണ്ടിയിട്ട് അത് വളച്ചും പൊളച്ചിങ്ങനെ. ബാക്കിയെല്ലാം നോക്കിയ എല്ലാ രേഖകളും സ്ട്രെയിറ്റ് ആയിട്ടാണ് പോയിരിക്കുന്നത്. നമ്മുടെ 0 ഡിഗ്രി ഇക്വേറ്റർ 0 ഡിഗ്രി ഗ്രീനിച്ച് രേഖയാണിത്. എല്ലാം എങ്ങനെയാ? സ്ട്രെയിറ്റ് ലൈൻ ആണ്. എന്നാൽ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ 180 ഡിഗ്രി എങ്ങനെയാ പോയിരിക്കുന്നത്? വളച്ച് പൊളച്ച് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ആക്കിയിട്ടൊക്കെയാ പോയിരിക്കുന്നത്. അതെന്തുകൊണ്ടാ? അവിടുന്ന് പരമാവധി കരഭാഗങ്ങൾ ഒഴിവാക്കിയിട്ടാണ് പോയിരിക്കുന്നത്. 2 ദിവസങ്ങൾ ഒരേപോലെ വരുന്ന സമയമാണ് അല്ലെ? അതായത് ഒരു ദിവസം കൂടിയും ഒരു ദിവസം കുറഞ്ഞും വരുന്ന ഒരു ലൈനാണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറയുന്നത്. അപ്പൊ അത് കടലിലൂടെ മാത്രം പോകത്തക്ക രീതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ആ ലൈൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കടലിലൂടെ പോകുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു രേഖയാണ് ഈ 180 ഡിഗ്രി എന്ന് പറയുന്നത്.
ഓക്കെ. അപ്പൊ ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിനായിട്ട് കരഭാഗങ്ങളിൽ കൂടി കടന്നു പോകത്തക്ക വിധമാണ്, കടന്നു പോകാത്ത വിധമാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ രേഖ നമ്മള് ക്രമീകരിച്ചിട്ടുള്ളത്. അങ്ങനെ ചിത്രത്തിൽ മുറിഞ്ഞ വര ഉപയോഗിച്ച് ഈ രേഖാംശ രേഖയെ ക്രമീകരിച്ചിരുന്നത് നമ്മൾ കണ്ടു. പസഫിക് സമുദ്രത്തിലെ ബെറിങ് കടലിടുക്കിലൂടെ കടന്നു പോകും വിധം ജനവാസമുള്ള ചില ദ്വീപുകളെ ഒഴിവാക്കിയുമാണ് ഈ രേഖ ക്രമീകരിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് ഇമ്പോർട്ടന്റ് ആണ്. ശ്രദ്ധിച്ചേ. ഈ രേഖ മുറിച്ച് കടന്ന് പടിഞ്ഞാറോട്ടേക്ക് പോകുന്ന സഞ്ചാരികൾ ഒരു ദിവസം കൂട്ടിയും പടിഞ്ഞാറോട്ടേക്ക് ഈ ലൈന് ക്രോസ് ചെയ്ത് പടിഞ്ഞാറോട്ടേക്ക് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ ക്രോസ് ചെയ്ത് പടിഞ്ഞാറോട്ടേക്ക് ക്രോസ് ചെയ്യുന്ന ആൾ, ഇവിടെ വ്യാഴമായിരുന്നു ആൾക്ക്, 10 PM വ്യാഴമാണെങ്കിൽ ഈ ലൈൻ ക്രോസ് ചെയ്ത് പടിഞ്ഞാറോട്ടേക്ക് വെസ്റ്റിലോട്ട് പോകുന്ന ആൾക്ക് ഒരു ദിവസം ഒരു ഡേ കൂട്ടി വെക്കണം. ഒരു ഡേ എന്ത് ചെയ്തു? അയാൾ ഫ്യൂച്ചറിലെത്തി. ഓക്കെ, ഒരു ഡേ കൂട്ടി വെക്കണം. എന്നാൽ ഈ ലൈൻ ക്രോസ് ചെയ്ത് കിഴക്കോട്ടേക്ക് പോകുന്ന ഒരു വ്യക്തിയാണെങ്കിലോ, ഈ ലൈൻ ക്രോസ് ചെയ്ത് കിഴക്കോട്ടേക്ക് പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു ഡേ അയാൾക്ക് ലാഭം. ഒരു ഡേ അയാൾക്ക് എന്താ ലാഭം? ഒരു ഡേ കുറച്ച് സെറ്റ് ചെയ്താൽ മതി. അപ്പോ ഒരാളിപ്പോ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യാന്ന് വെച്ചാൽ ഒരു കപ്പൽ വഴി ഇയാൾ ഇങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യാണ്. ഇയാൾ ഇങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഈ ലൈൻ എത്തുന്ന സമയത്ത് അയാള് വെള്ളിയാഴ്ചയാണ് ഇതിലൂടെ യാത്ര ചെയ്തത്. വെള്ളിയാഴ്ച ഇതിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് അയാൾ ഈ ലൈൻ ക്രോസ് ചെയ്ത് കിഴക്കോട്ടേക്ക് ഇപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ അയാൾക്ക് ഒരു ദിവസം ലാഭല്ലേ? കറക്റ്റ് ഒരു ദിവസം ലാഭല്ലേ? വെള്ളിയാഴ്ച തുടങ്ങിയ യാത്ര അയാൾ ഇവിടെ എപ്പ എത്തി? വ്യാഴത്തിനെത്തി. ഇവിടെ എത്തിയപ്പോൾ അയാൾ എത്ര? വ്യാഴത്തിലാണ്. ഒരു ദിവസം അയാൾക്ക് ലാഭം. എന്നാൽ ഒരാൾ ഇങ്ങോട്ടേക്ക് പോവുകയാണെന്ന് വെച്ചോ. ഒരാള് കടൽ മാർഗം ഇങ്ങോട്ടേക്ക് യാത്ര ചെയ്യാം. ഇങ്ങോട്ടേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ഈ രേഖ മുറിച്ച് പടിഞ്ഞാറോട്ടേക്ക് അയാൾ കിടക്കുകയാണെങ്കിൽ, പടിഞ്ഞാറോട്ടേക്ക് കിടക്കണമെങ്കിൽ അയാൾക്ക് എന്താ? ഒരു ദിവസം നഷ്ടമാണ്. ഇവിടെ അവര് വ്യാഴം എത്തിയിട്ടുള്ളൂ. വ്യാഴം എത്തിയ ആൾ ഇവിടെ എത്തിയപ്പോ എത്രയായി? ഇവിടെ എത്തിയപ്പോ ആൾക്ക് വെള്ളിയായി. ഒരു ദിവസം എന്തായി? അയാൾക്ക് നഷ്ടമാണ് സംഭവിച്ചത്. മനസ്സിലായല്ലോ? ഇതാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്ന് പറയുന്നത്. ഈ രേഖ മുറിച്ചു കടന്ന് പടിഞ്ഞാറോട്ട് പോകുന്ന സഞ്ചാരികൾ കലണ്ടറിൽ ഒരു ദിവസം കൂട്ടിയും കിഴക്കോട്ട് പോകുന്നവർ ഒരു ദിവസം കുറച്ചും സമയം കണക്കാക്കുന്നു. ഈ സാങ്കല്പിക രേഖയെ നമ്മൾ വിളിക്കുന്ന പേരാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ. ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്നറിയപ്പെടുന്നത്. ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്നാണ് വിളിക്കുന്നത്. അന്താരാഷ്ട്ര ദിനാരംഗം. പടിഞ്ഞാറോട്ട് പോകുന്ന ആളാണെങ്കിൽ ഈ ലൈൻ ക്രോസ് ചെയ്ത് പടിഞ്ഞാറോട്ട് പോകുമ്പോൾ ഒരു ദിവസം കൂടുതൽ, കിഴക്കോട്ട് പോകുന്നവർ ഒരു ദിവസം കുറച്ചുമാണ് സമയം കണക്കാക്കേണ്ടത്. ഇപ്പൊ ഇന്റർനാഷണൽ ഡേറ്റും നമ്മൾ സമയം കണക്കാക്കാനുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞല്ലോ. അപ്പൊ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്റർ ഉള്ളത്. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഇവിടെ നോക്കാമേ. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഋതുഭേദങ്ങൾക്ക് കാരണമാകാത്ത ഘടകം തെരഞ്ഞെടുക്കുക. നോക്കി, ഋതുഭേദങ്ങൾ സീസണൽ ചേഞ്ച് കാരണമാകാത്തത് ഏതാന്ന് നോക്കണം. ഭൂമിയുടെ പരിക്രമണം, അച്ചുതണ്ടിന്റെ ചെരിവ്, അച്ചുതണ്ടിന്റെ സമാന്തരത, ഭൂമിയുടെ ഭ്രമണം. ഇതിൽ ഏതാണ് സീസൺ ചേഞ്ച് കാരണമാകാത്തത്? ഭൂമിയുടെ ഭ്രമണം സീസൺ ചേഞ്ചിന് കാരണമാകുന്നില്ല. മനസ്സിലായല്ലോ? ഇനി ഈ ഡേറ്റുകൾ മാർച്ച് 21, ജൂൺ 21, സെപ്റ്റംബർ 23, ഡിസംബർ 22 ഈ ഡേറ്റുകളെല്ലാം വൃത്തിക്ക് പഠിച്ചേക്കുക. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയുമാണ് പ്രധാനമായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. കറണ്ട് പോയതാണ്. അപ്പോൾ ഇത്രയുമാണ് പ്രധാനമായിട്ടും ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. അപ്പോൾ എന്തെങ്കിലും ടൈം ചേഞ്ചും വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങൾ ശ്രദ്ധിച്ചേക്കുക. നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ടൈം ചേഞ്ച് ഒക്കെ മേ ബി ഇനി ഫ്യൂച്ചറിൽ നന്നായിട്ട് ചോദ്യങ്ങളൊക്കെ വരാൻ പറ്റുന്ന ഒരു മേഖലയാണ് സമയം കണക്കാക്കുക എന്നുള്ള ചോദ്യങ്ങളൊക്കെ. ഓക്കെ അല്ലേ? അപ്പോൾ താങ്ക് യു ആൾ. ഇറ്റ്സ് ഓൾ. താങ്ക് യു.